ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൺസ്. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് K2 ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ ആണ്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഈ പേപ്പർ എന്ന് പറയുന്നത് ഇലക്ട്രിക്കലിൻ്റെ പേപ്പറാണ്, S4 ഇലക്ട്രിക്കലിൻ്റെ പേപ്പറാണ്. നമ്മൾ നോക്കുന്ന എക്സാം നടന്ന ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ജൂൺ 2023 ആണ്. 2019 സ്കീമിൻ്റെ പേപ്പറാണ്. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതിനു മുമ്പേ നമ്മൾ 2 മൊഡ്യൂൾ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. ഇത് 3rd മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, 2 മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി 3rd മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അതിന് മുമ്പേ 3rd മൊഡ്യൂളിലെ ടോപ്പിക്സ് എന്താണ്, സബ്ജക്റ്റിൻ്റെ ടോപ്പിക്സ് എന്താണെന്നുള്ളത് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. മെയിനായിട്ട് വരുന്നത് കമ്പറേറ്റേഴ്സ്, പാരിറ്റി ജനറേറ്റേഴ്സ്, പിന്നെ എൻകോഡർ, ഡീകോഡർ, BCD to 7 സെഗ്മെന്റ് ഡീകോഡർ, കോഡ് കൺവേർട്ടേഴ്സ്, മൾട്ടിപ്ലക്സേഴ്സ്, ഡിമൾട്ടിപ്ലക്സേഴ്സ്, ആർക്കിടെക്ചർ ഓഫ് ALU. ഇത്രയും സെക്ഷൻസ് ആണ് ഈ മൊഡ്യൂൾ 3യിൽ വരുന്നത്. അപ്പോൾ ചെറിയ മൊഡ്യൂളാണ്, പക്ഷേ ഒത്തിരി കാര്യങ്ങളുണ്ട്. കോമ്പിനേഷൻ സർക്യൂട്ടിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് മെയിനായിട്ട് ഈ മൊഡ്യൂളിൽ നമ്മൾ കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഓൾറെഡി പറഞ്ഞു, പാർട്ട് എയിൽ 2 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക ഒരു മൊഡ്യൂളിൽ നിന്ന്. അത് രണ്ടും ഷോർട്ട് ആൻസർ ടൈപ്പ് ആണ് ഉണ്ടാവുക. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അത് 2 നമ്മൾ അറ്റൻഡ് ചെയ്യണം. പിന്നെ പാർട്ട് ബി ഉണ്ട്. പാർട്ട് ബിയിലാണ് essay വരുന്നത്. ഓക്കെ, അപ്പോൾ പാർട്ട് എയിൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഒന്ന് എക്സ്പ്ലെയിൻ എ 2-bit കമ്പറേറ്റർ, പിന്നെ ഡ്രോ ദ സർക്യൂട്ട് ഓഫ് എ 1 to 4 ഡിമൾട്ടിപ്ലക്സർ ആൻഡ് എക്സ്പ്ലെയിൻ. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്നത് എക്സ്പ്ലെയിൻ എ 2-bit കമ്പറേറ്റർ. അപ്പോൾ കമ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ്, കമ്പയർ ചെയ്യുന്ന സർക്യൂട്ടിനെയാണ് നമ്മൾ കമ്പറേറ്റർ എന്ന് പറയാം. അപ്പോൾ 2-bit കമ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ബിറ്റിനെ കമ്പയർ ചെയ്യണം. ഓക്കെ, 1-bit കമ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഓരോ ബിറ്റ്സിനെ കമ്പയർ ചെയ്യണം. അപ്പോൾ 2-bit കമ്പറേറ്റർ എന്ന് പറഞ്ഞാൽ 2 ബിറ്റ്സിനെയാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഞാൻ പറഞ്ഞു, ഡിജിറ്റൽ നമ്മൾ ആൻസർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഒരു സർക്യൂട്ടാണ് ഡിസൈൻ ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സർക്യൂട്ട് പെർഫോം ചെയ്യുന്ന ഓപ്പറേഷനെ ബേസ് ചെയ്തിട്ടുള്ള ട്രൂത്ത് ടേബിൾ ആദ്യം വരയ്ക്കാം. ഓക്കെ, ട്രൂത്ത് ടേബിൾ വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഡയറക്റ്റായിട്ട് നമുക്ക് എക്സ്പ്രഷൻസ് കിട്ടും. എക്സ്പ്രഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ സർക്യൂട്ട് ഡിസൈൻ ആണെങ്കിൽ നേരെ സർക്യൂട്ട് വരയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ കമ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കമ്പയർ ചെയ്യുന്ന ആളാണ്. അപ്പോൾ കമ്പയർ ചെയ്യുന്ന ആൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആൾക്കാരെ തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ റിസൾട്ടുകൾ നമുക്ക് കിട്ടാമെന്നുള്ളത് നമ്മൾ ആദ്യം ഓർമ്മയിൽ വെക്കണം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു കമ്പറേറ്റർ ഉണ്ടെങ്കിൽ ആ കമ്പറേറ്റർ കമ്പയർ ചെയ്യുന്നത് 2 ആൾക്കാരെയാണ്. ഏതിനൊക്കെ, AB എന്ന് പറയുന്ന 2 നമ്പേഴ്സിന് തമ്മിലാണ് അത് കമ്പയർ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു കമ്പറേറ്റർ 2 ആൾക്കാരെ തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് 3 തരത്തിൽ റിസൾട്ട് പറയാൻ പറ്റും. ഒന്ന്, A എന്ന് പറയുന്നത് വലുതാണ് ബിയിനേക്കാൾ, അതൊരു റിസൾട്ട്. 2, B എന്ന് പറയുന്നത് എയിനേക്കാൾ വലുതാണ്, അത് വേറൊരു റിസൾട്ട്. ഇനി ഇത് രണ്ടും ഈക്വൽ ആവാലോ, അപ്പോൾ എയും ബിയും ഈക്വൽ ആണ്, ഇതൊരു റിസൾട്ട്. ഇങ്ങനെ 3 റിസൾട്ട്സ് ആണ് നമുക്കൊരു കമ്പറേറ്ററിന് കിട്ടാം. അപ്പോൾ ഒരു കമ്പറേറ്ററിന് 2 ഇൻപുട്സ് ഉണ്ടെങ്കിൽ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, A ഗ്രേറ്റർ ദാൻ B എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ഔട്ട്പുട്ട്, A ഈക്വൽ ടു B എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന വേറൊരു ഔട്ട്പുട്ട്, A ലെസ് ദാൻ B എന്ന് പറയുന്ന വേറൊരു ഔട്ട്പുട്ട്. ഇങ്ങനെ 3 ഔട്ട്പുട്ട്സ് ആണ് നമുക്ക് എന്തുണ്ടാവുക, കമ്പറേറ്ററിന് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇൻപുട്ടായിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഇൻപുട്സ് കൊടുക്കാം. ഇപ്പം നമുക്ക് 2 ബിറ്റ്സിനെ തമ്മിൽ കമ്പയർ ചെയ്യുന്നതായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ 2 ബിറ്റ്സിനെ തമ്മിൽ കമ്പയർ ചെയ്യാൻ കൊടുക്കാം, 3 ബിറ്റ്സിനെ തമ്മിൽ കമ്പയർ ചെയ്യാൻ കൊടുക്കാം. അങ്ങനെ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2-bit കമ്പറേറ്റർ ആണ്. 2-bit കമ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ബിറ്റ്സിനെ തമ്മിൽ കമ്പയർ ചെയ്യണം. ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ബിറ്റ്സിനെയാണ്. 2 ബിറ്റ്സ് കമ്പയർ ചെയ്യാൻ പോകുന്ന 2 ബിറ്റ്സ് എന്ന് പറയുന്നത് A1 A0 എന്ന് പറയുന്ന 2 ബിറ്റുകളും B1 B0 എന്ന് പറയുന്ന 2 ബിറ്റുകളും. അതായത് A1 A0 എന്ന് പറയുന്നത് നമുക്ക് ജനറലായിട്ട് A എന്ന് പറയാം, B1 B0 എന്ന് പറയുന്നത് ജനറലായിട്ട് B എന്ന് പറയാം. അതിൽ A എന്ന് പറയുന്നത് ഒരു ഇപ്പം എന്താ പറയുക, 2 2-digit നമ്പേഴ്സിനെ തമ്മിൽ കമ്പയർ ചെയ്യണം. ഓക്കെ, 2 2-digit നമ്പേഴ്സിനെ തമ്മിൽ കമ്പയർ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 2-digit നമ്പറിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക, ഇപ്പോൾ 28ഉം 35 തമ്മിൽ കമ്പയർ ചെയ്യണം. അപ്പോൾ 28 എന്ന് പറയുന്നതിൽ 2 ഡിജിറ്റ് ഉണ്ട്, 35 എന്ന് പറയുന്നതിൽ 2 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ ആ 2 ഡിജിറ്റ്സിനെയാണ് നമ്മൾ A1 A0 B1 B0 എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ എയിനെയും ബിയിനെയുമാണ് കമ്പയർ ചെയ്യുന്നത്. വെർ A ഈസ് A1 A0, B ഈസ് B1 B0. ഇനി ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ
എ എന്ന് പറയുന്ന സംഭവത്തിനകത്ത് ഏത് വേണമെങ്കിലും വരാം അല്ലേ. എ എന്ന് പറയുന്നത് A1 A0ൻ്റെ കോമ്പിനേഷനാണ്. A1 A0ൻ്റെ കോമ്പിനേഷനിൽ എങ്ങനെ വേണമെങ്കിൽ ബിറ്റ്സ് വരാം. അതേപോലെ തന്നെ B1 B0 എന്ന് പറയുന്ന കോമ്പിനേഷനിൽ എങ്ങനെ വേണമെങ്കിൽ ബിറ്റ്സ് വരാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൂത്ത് ടേബിൾ എഴുതുന്ന സമയത്ത് നമ്മൾ ജനറലായിട്ട് ഇവിടെ 4 വേരിയബിൾസ് ഉണ്ട്. അപ്പോൾ 4 വേരിയബിൾസിൻ്റെ എല്ലാ കോമ്പിനേഷൻസും ട്രൂത്ത് ടേബിളിൽ എഴുതി പോവാം. ഓക്കെ, എങ്ങനെയാണെന്ന് എഴുതുക? ഓർഡറിൽ ബൈനറി റെപ്രസെൻറ്റേഷൻ അങ്ങ് എഴുതിയാൽ മതി. നോക്കിയേ, 0 0 0 0 0 0 0 1 0 0 1 0 0 0 1 1 പിന്നെ 0 1 0 0 ഇങ്ങനെ ഓർഡറിൽ അങ്ങ് എഴുതി പോവാം. ഞാൻ നേരത്തെ പറഞ്ഞു ഡിജിറ്റലിൻ്റെ ഏത് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഡിജിറ്റൽ പഠിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബൈനറി റെപ്രസെൻറ്റേഷൻ എഴുതി പോകാൻ പഠിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഇതുവരെ അറ്റൻഡ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെ അകത്തും ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻ്റെ അകത്തും ഇതുപോലെ ട്രൂത്ത് ടേബിൾ വരയ്ക്കേണ്ടി വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ആ ട്രൂത്ത് ടേബിൾ വരയ്ക്കണമെങ്കിൽ നമ്മൾ ആ ബിറ്റ്സിൻ്റെ സീക്വൻസ് ഓർമ്മയിൽ വരണം. 0 1 2 3 4 അങ്ങനെ എഴുതി പോകാൻ നമുക്കറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എളുപ്പ വഴി ഞാൻ മുമ്പത്തെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നോക്കിയാൽ ഇവിടെ കാണാം, ഫസ്റ്റ് ഏറ്റവും ലാസ്റ്റ് വരുന്ന കോമ്പിനേഷൻ കണ്ടോ, 0 1 1 0 ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് വരും. പിന്നത്തെ കോമ്പിനേഷനിൽ 2 0 2 1 2 0 2 1 പിന്നത്തെ കോമ്പിനേഷനിൽ 4 0 4 1 4 0 4 1 പിന്നത്തേൽ 8 0 8 1 ഇങ്ങനെ ഓർത്തിരുന്നാലും മതി. അവിടെ നിങ്ങൾക്ക് അഥവാ ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു റിലേഷൻ ഓർത്തിരുന്നാലും നമുക്ക് എന്ത് കിട്ടും, 16 കോമ്പിനേഷൻസ് ഇങ്ങനെ പെട്ടെന്ന് എഴുതി പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രൂത്ത് ടേബിൾ ഉണ്ടാക്കുകയാണ്. ട്രൂത്ത് ടേബിൾ ഉണ്ടാക്കുന്നതിന് നമ്മൾ ചെയ്യുന്നത് ഈ 4 ബിറ്റ്സിൻ്റെ എല്ലാ കോമ്പിനേഷൻസും നമ്മൾ 16 കോമ്പിനേഷൻസും ഇവിടെ എഴുതി വെച്ചു. ഓക്കെ, ഇനി നമ്മൾ കമ്പാരിസൺ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമുക്കറിയാം കമ്പാരേറ്ററിന് എത്ര റിസൾട്ട്സ് ഉണ്ടാവും, 3 റിസൾട്ട്സ് ഉണ്ടാവും. അതിൽ ഫസ്റ്റ് റിസൾട്ടാണ് A>B, സെക്കൻഡ് റിസൾട്ടാണ് A=B, തേർഡ് റിസൾട്ടാണ് A<B. ഇതിൽ 3 ഔട്ട്പുട്ടിൽ ഏത് ഔട്ട്പുട്ട് വേണമെങ്കിലും നമുക്ക് കിട്ടാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് ബിറ്റ്സ് നമുക്ക് നോക്കാം. A1 A0യും B1 B0യും ഇത് രണ്ടും തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പം നമ്മൾ കമ്പയർ ചെയ്യുന്നത് 2 ബിറ്റ്സ് ഒരുമിച്ച് എടുത്തിട്ടാണ്. അതുകൊണ്ടാണ് അതിന് 2 ബിറ്റ് കമ്പാരേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, A1 A0യും B1 B0യും തമ്മിൽ കമ്പയർ ചെയ്യുന്നു. 0 0യും 0 0യും കമ്പയർ ചെയ്യുന്നു. രണ്ടും ഈക്വൽ നമ്പർ അല്ലേ? ആണ്. അപ്പോൾ രണ്ടും ഈക്വൽ നമ്പർ ആണെങ്കിൽ കമ്പയർ ചെയ്തതിൻ്റെ റിസൾട്ട് എന്താ വരിക? A=B. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, A=Bക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 1 കൊടുക്കാം. A=B ആണെങ്കിൽ A>Bയും A<Bയും ആയിരിക്കില്ലല്ലോ. അവിടെ രണ്ട് സ്ഥലത്തും 0 കൊടുക്കാം. നെക്സ്റ്റ് 0 0 0 1 0 0യും 0 1ഉം തമ്മിൽ കമ്പയർ ചെയ്യുന്നു. നമുക്കറിയാം 0 0 ചെറുതാണ്, 0 1 വലുതാണ് അല്ലേ. 1 അല്ലേ 0നേക്കാൾ വലുത്. അപ്പോൾ 0 1 ആണ് വലുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ B ആണ് വലുത്. A<B അല്ലെങ്കിൽ B>A. A>B കണ്ടോ ഇവിടെ 1. ബാക്കി രണ്ട് സ്ഥലത്തും എന്താ 0. കാരണം ഈ കമ്പാരിസൺ നടക്കുന്ന സമയത്ത് എയും ബിയും സെയിം അല്ല. A>B അല്ല, പകരം എന്താണ് A<B ആണ്. ഓക്കെ, സിമിലർലി മൂന്നാമത്തെ ബിറ്റ് എടുക്കുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ബിറ്റ് സീക്വൻസ് എഴുതി പോയി കഴിഞ്ഞാൽ ഇവിടെ ഔട്ട്പുട്ട് എന്ത് വരും എന്നുള്ളത് നമ്മളാണ് കണ്ടുപിടിക്കേണ്ടത്. അല്ലാതെ ഔട്ട്പുട്ട് നമുക്കിങ്ങനെ സീക്വൻഷ്യലി എഴുതി പോകാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ബിറ്റ്സിനെ എടുത്ത് മാനുവലി കമ്പയർ ചെയ്ത് തന്നെ നോക്കണം. തേർഡ് കോമ്പിനേഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 0 0യും 1 0യും ഉറപ്പാണ് 1 0 ആണ് വലുത്. അപ്പോൾ B ആണ് വലുത്. 0 0യും 1 1ഉം തീർച്ചയായിട്ടും B ആണ് വലുത്. B ആണ് വലുത്. ഇനി അടുത്ത് വരുന്ന നോക്കിയാൽ 0 1ഉം 0 0യും തീർച്ചയായിട്ടും A ആണ് വലുത്. സോ A>B. നെക്സ്റ്റ് 0 1ഉം 0 1ഉം രണ്ടും സെയിം ആണ്. സോ A=B. കണ്ടോ എവിടെയാ 1 ഇട്ട് പോകുന്നതെന്ന് കണ്ടോ. അടുത്തത് 0 1ഉം 1 0യും 0 1ഉം 1 0യിൽ എന്തായാലും 1 0 ആണ് വലുത്. 1 0 എന്ന് പറയുന്നത് B ആണ്. സോ B>A. ഓക്കെ, അപ്പോൾ അങ്ങനെ എല്ലാ കോമ്പിനേഷൻസിനും 2 ആൾക്കാരെ വീതം എടുത്തിട്ട് കമ്പയർ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ട്രൂത്ത് ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. യൂഷ്വലി എല്ലാ കേസിലും നമ്മൾ ഈ സ്റ്റെപ്പ് എഴുതി കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 ഔട്ട്പുട്ടും കിട്ടുന്ന രീതിയിൽ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കലാണ്. പക്ഷേ ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറയുന്നത് അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള സർക്യൂട്ട് ഡയഗ്രാമാണ്. അപ്പോൾ അത്രയും വലിയ സർക്യൂട്ട് ഡയഗ്രാം ഈ ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് വരച്ച് വെക്കേണ്ട ആവശ്യമില്ല. ഈ ട്രൂത്ത് ടേബിളും ഈ ഒരു ബ്ലോക്ക് റെപ്രസെൻറ്റേഷനും ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന രീതിയും മാത്രം എക്സ്പ്ലെയിൻ ചെയ്താൽ നമുക്ക് 3 മാർക്ക് കിട്ടും. ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത് എങ്ങനെയാണ്, 2 ബിറ്റ്സിനെയാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. കമ്പയർ ചെയ്യുന്ന ബിറ്റ് എന്ന് പറയുന്നത് A1 A0യും B1 B0യും ആണ്. 2 ബിറ്റ്സും സെയിം ആണെങ്കിൽ A1 A0യും B1 B0യും സെയിം ആണെങ്കിൽ A=B എന്ന് പറയുന്ന ഔട്ട്പുട്ടിൽ 1 വരും. കണ്ടോ 3 ഔട്ട്പുട്ട് ഉണ്ട്. ഇതിൽ
ഇവിടെ 1 വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പയർ ചെയ്യുന്ന രണ്ടും ഈക്വൽ ആണ്. ഇനി ഇവിടെ 1 വന്നു കഴിഞ്ഞാൽ ബാക്കി രണ്ടും എന്തായിരിക്കും? 0 ആയിരിക്കും. അതിൻ്റെ അർത്ഥം എന്താ? എ എന്ന് പറയുന്ന ബിറ്റ് ബി എന്ന് പറയുന്ന ബിറ്റിനേക്കാൾ വലുതാണ്. ഇനി ഇവിടെയാണ് 1 വരുന്നത്, രണ്ട് സ്ഥലത്തും 0 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? എ എന്ന് പറയുന്ന ബിറ്റ് ബി എന്ന് പറയുന്നതിനേക്കാൾ ചെറുതാണ്. ഇങ്ങനെയാണ് കമ്പാരിസൺ ഔട്ട്പുട്ട്സ് വരുന്നത്. അപ്പോൾ ഈ ട്രൂത്ത് ടേബിൾ മറക്കാണ്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഒരു ലോജിക് റെപ്രസെൻറ്റേഷനും എഴുതുക. ഓക്കെ, 2 ബിറ്റ് കമ്പറേറ്റർ ആയതുകൊണ്ടാണ് ഇത്രയും വലിയ ട്രൂത്ത് ടേബിൾ വരുന്നത്. 1 ബിറ്റ് കമ്പറേറ്റർ ആണെങ്കിൽ നമുക്ക് ഓരോ ബിറ്റ് വെച്ചിട്ട് മാത്രം കമ്പയർ ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് 3 മാർക്കിന് തന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡ്രോ ദ സർക്യൂട്ട് ഓഫ് എ 1 to 4 ഡീമൾട്ടിപ്ലക്സർ ആൻഡ് എക്സ്പ്ലെയിൻ. ഡീമൾട്ടിപ്ലക്സർ എന്ന് പറയുന്നത് മൾട്ടിപ്ലക്സറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന ആളാണ് എന്ത്? ഡീമൾട്ടിപ്ലക്സർ എന്ന് പറയുന്നത്. അപ്പോൾ മൾട്ടിപ്ലക്സർ നമ്മൾ ഡിജിറ്റലിൽ നമ്മൾ പഠിച്ച സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ 4/1, 8/1, അങ്ങനെ 2/1 അങ്ങനെയാണ് മൾട്ടിപ്ലക്സർ വരിക. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പറേഷനാണ് ഡീമൾട്ടിപ്ലക്സർ ചെയ്യുക. അതായത് ഒരു ഇൻപുട്ടിനെ മൾട്ടിപ്പിൾ ഔട്ട്പുട്ട്സിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന ആളാണ് എന്ത്? ഡീമൾട്ടിപ്ലക്സർ എന്ന് പറയുന്നത്. ഇതൊരു കോമ്പിനേഷണൽ സർക്യൂട്ടാണ്. കോമ്പിനേഷൻ സർക്യൂട്ടിൽ ഒരു ഇൻപുട്ടും മെനി ഔട്ട്പുട്ട്സും. ഈ പോയിന്റ്സ് ഒക്കെ നമ്മൾ എഴുതി വെക്കാം. മൾട്ടിപ്ലക്സറിനെ പറ്റി നമുക്ക് അറിയുന്നത് എന്താണ്, ആ സംഭവങ്ങളൊക്കെ എഴുതി വെക്കാം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് നമ്മൾ അതിൻ്റെ ഒരു ലോജിക്കൽ റെപ്രസെൻറ്റേഷൻ വരയ്ക്കാം. എന്നിട്ട് ഇൻപുട്ട്സ് മാർക്ക് ചെയ്യുക, ഔട്ട്പുട്ട്സ് മാർക്ക് ചെയ്യുക. മൾട്ടിപ്ലക്സറിനും ഡീമൾട്ടിപ്ലക്സറിനും അഡീഷണൽ ആയിട്ട് 2 ആൾക്കാർ വരുന്നുണ്ട്. അതിന് നമ്മൾ സെലക്ടർ ലൈൻസ് എന്ന് പറയും. അപ്പോൾ സെലക്ടർ ലൈൻസും മാർക്ക് ചെയ്ത് വെക്കാം. ഇനി എങ്ങനെയാണ് ഈ മൾട്ടിപ്ലക്സറും ഡീമൾട്ടിപ്ലക്സറൊക്കെ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ജസ്റ്റ് ഒരു റഫായിട്ടുള്ള കാര്യം പറഞ്ഞു പോവുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? സെലക്ടർ ലൈൻസ് ആണ് തീരുമാനിക്കുന്നത് ഏത് തരത്തിലുള്ള ഓപ്പറേഷനാണ് വേണ്ടത്. ഇപ്പം ഡീമൾട്ടിപ്ലക്സർ ആയതുകൊണ്ട് ഈ ഒരൊറ്റ ഇൻപുട്ടിൽ വരുന്ന ഇൻപുട്ടിനെ ഈ 4 ഔട്ട്പുട്ടിലേക്കും സ്പ്രെഡ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ഈ ഇൻപുട്ട് ചില സമയത്ത് ഫസ്റ്റ് ഔട്ട്പുട്ടിലായിരിക്കും കിട്ടുക, ചില സമയത്ത് സെക്കൻഡ് ഔട്ട്പുട്ടിലായിരിക്കും കിട്ടുക, ചില സമയത്ത് തേർഡ് ഔട്ട്പുട്ടിലായിരിക്കും കിട്ടുക, ചില സമയത്ത് ഫോർത്ത് ഔട്ട്പുട്ടിലായിരിക്കും കിട്ടുക. ഏത് ഔട്ട്പുട്ടിൽ കിട്ടണമെന്ന് തീരുമാനിക്കുന്നത് ഈ സെലക്ടർ ലൈനാണ്. ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു മൾട്ടിപ്ലക്സർ ഉണ്ട് എന്ന് വിചാരിക്കാം, ഡീമൾട്ടിപ്ലക്സർ ഉണ്ട് എന്ന് വിചാരിക്കാം. ആ ഡീമൾട്ടിപ്ലക്സർ 1:2n ഉള്ള ഒരു ഡീമൾട്ടിപ്ലക്സറാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ അതിൽ n സെലക്ടർ ലൈൻസ് ഉണ്ടാവും. ഇവിടുത്തെ കേസിൽ നമ്മളോട് 1:4 ഡീമൾട്ടിപ്ലക്സറാണ് പറഞ്ഞത്. 1:4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 1/2 അല്ലേ. അപ്പോൾ n-ൻ്റെ വാല്യൂ എത്ര? 2. ഇതിൽ എത്ര സെലക്ടർ ലൈൻസ് ഉണ്ടാവും? 2 സെലക്ഷൻ ലൈൻസ് ഉണ്ടാവും. കണ്ടോ, സെലക്ഷൻ ലൈൻസ് 2 അല്ലേ? S1, S0. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തിയറിറ്റിക്കലായിട്ട് പറഞ്ഞു വെക്കാം. പിന്നെ നേരെ എന്ത് ചെയ്യാം? അതിൻ്റെ ട്രൂത്ത് ടേബിളിലേക്ക് പോവാം. ട്രൂത്ത് ടേബിൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻപുട്ട് ഈ ലൈനിൽ വരുന്നതാണ് ഇൻപുട്ട്. ആ ഇൻപുട്ടിന് ജസ്റ്റ് ഒരു പേര് കൊടുക്കുക, ഡാറ്റ ഇൻപുട്ട് എന്ന് കാണിക്കുക. പിന്നെ സെലക്ടർ ലൈനാണ് തീരുമാനിക്കുന്നത് ഔട്ട്പുട്ട് എന്താണെന്ന്. അപ്പോൾ സെലക്ടർ ലൈൻ 2 ഉണ്ടെങ്കിൽ അതിൽ 4 കോമ്പിനേഷൻസ് പോസിബിൾ ആണ്. 0, 0, 0, 1, 1, 0, 1, 1 അല്ലേ. ഈ 4 കോമ്പിനേഷൻസ് പോസിബിൾ ആണ്. അതിൽ ഫസ്റ്റ് കോമ്പിനേഷൻ വരുന്ന സമയത്ത് എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ Y0 എന്ന് പറയുന്ന സ്ഥലത്ത് എന്ത് വരും? D കിട്ടും. നോക്കിയേ, ഔട്ട്പുട്ട്സ് നോക്കിയേ. Y3-ലില്ല, Y2-ലില്ല, Y1-ലില്ല, Y0-ൽ D. സെക്കൻഡ് കോമ്പിനേഷൻ സെലക്ടർ ലൈൻ 0, 1 ആണ് വരുന്നതെങ്കിൽ ഔട്ട്പുട്ട്സ് നോക്കിയേ. 0, 1 ആണ് വരുന്നതെങ്കിൽ ആക്ച്വലി Y1-ലായിരിക്കും ഔട്ട്പുട്ട്. അതായത് ഇവിടെ 0, 0 എന്ന് പറയുന്ന ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് ഈ സെലക്ഷൻ ലൈൻസിൽ കൺട്രോൾ ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് ഇതാ ഇങ്ങനെയായിരിക്കും കണക്ഷൻസ് ഉണ്ടാവുക. അപ്പോൾ ഡാറ്റ ഇൻപുട്ട് നേരെ എങ്ങോട്ടേക്ക് പോകും? Y0-ലേക്ക് പോകും. ഇനി രണ്ടാമത് സെലക്ഷൻ ലൈൻസ് 0, 1 എന്നാണ് കൊടുക്കുന്നതെങ്കിൽ ഇത് നേരെ ഇങ്ങനെയായിരിക്കും കണക്ഷൻ ഉണ്ടാവുക. ഔട്ട്പുട്ട് ഇൻപുട്ട് നേരെ Y1-ലേക്ക് പോകും. ഇനി സെലക്ഷൻ ലൈൻസ് 1, 0 ആണ് കൊടുക്കുന്നതെങ്കിൽ നേരെ ഇൻപുട്ട് എങ്ങോട്ട് പോകും? ഇങ്ങോട്ടേക്ക് പോകും. സെലക്ഷൻ ലൈൻസ് 1, 1 ആണ് കൊടുക്കുന്നതെങ്കിൽ നേരെ ഇൻപുട്ട് ഇങ്ങോട്ടേക്ക് പോകും. ഓക്കെ, ഇതാണ് ഡീമൾട്ടിപ്ലക്സറിൻ്റെ ഓപ്പറേഷൻ. ആ ഓപ്പറേഷൻ ട്രൂത്ത് ടേബിളിൽ വെച്ചതാണ് ഇത്. ഓക്കെ, ഒന്ന് നോക്കിയേ. 0, 1 ആവുന്ന സമയത്ത് ഔട്ട്പുട്ട് ഏതിലാ? Y1-ൽ. 1, 0 ആവുന്ന സമയത്ത് ഔട്ട്പുട്ട് ഏതിലാ? Y2-ൽ. 1, 1 ആവുന്ന സമയത്ത് ഔട്ട്പുട്ട് ഏതിലാ? Y3. ഓക്കെ, അപ്പോൾ
ഇത്രയും കാര്യങ്ങൾ വരച്ചാൽ ശരിക്കും പിന്നെ പകുതി മാർക്കേ കിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രോ ദ സർക്യൂട്ട് ഓഫ് 1:4 ഡീമൾട്ടിപ്ലക്സർ എന്നാണ് പറഞ്ഞത്. ഇതുവരെ നമ്മൾ സർക്യൂട്ട് വരച്ചിട്ടില്ല. ഇനി ഇതിന്റെ സർക്യൂട്ട് നമ്മൾ എങ്ങനെ വരയ്ക്കും? ഇതാണ് അതിന്റെ സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഡാറ്റ ഇൻപുട്ട് എന്ന് പറയുന്നത് ഡി ആണ്. ഓക്കെ, S1 S2 എന്ന് പറയുന്നത് സെലക്ടർ ലൈൻസ് ആണ്. അപ്പോൾ ഈ സർക്യൂട്ട് നമ്മൾ ബൈഹാർട്ട് ചെയ്യല്ല വേണ്ടത്. ഈ സർക്യൂട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. അതായത് നമ്മൾ ഫസ്റ്റ് Y0 എന്ന് പറയുന്ന ഔട്ട്പുട്ട് കിട്ടുന്നത് എപ്പോഴാണ്? ഈ കോമ്പിനേഷനിലാണ് നമ്മൾ Y0 എന്ന് പറയുന്ന ഔട്ട്പുട്ട് കിട്ടുന്നത്, അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഈ കോമ്പിനേഷൻ്റെ അകത്ത് Y0 ക്യാൻ ബി റിട്ടൺ ആസ്, വേണമെങ്കിൽ തന്നെ എഴുതാം, Y0 ഈസ് ഈക്വൽ ടു ഈ കോമ്പിനേഷൻ എന്താ? D ഇൻറ്റു S1 കോംപ്ലിമെൻറ്റ് ഇൻറ്റു S0 കോംപ്ലിമെൻറ്റ്. ദാറ്റ് ഈസ് D ഇൻറ്റു S1 complement into S0 complement. Similarly, what is Y1? Y1 എന്താ? Y1 എന്ന് പറയുന്നത് 1 ആവുന്നത് ഈ ഒരു കോമ്പിനേഷനിലാണ്, അല്ലേ? സോ ദാറ്റ് ഈസ് Y1 ഈസ് ഈക്വൽ ടു D ഇൻറ്റു S1 complement into S0. Similarly, Y2 ഈസ് ഈക്വൽ ടു, വാട്ട് ഈസ് Y2? Y2 എന്ന് പറയുന്നത് ഹൈ ആവുന്നത് ഈ ഒരു കോമ്പിനേഷനിലാണ്, അല്ലേ? ബാക്കി ഈ Y2 ഹൈ ആവുന്ന സമയത്ത് ഇതെല്ലാം ലോ ആണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എക്സ്പ്രഷൻ എഴുതാൻ പറ്റുന്നത്. ട്രൂ ടേബിളും കെ മാപ്പ് ഒന്നും വരയ്ക്കാണ്ട് ഡയറക്റ്റ് ആയിട്ട് എക്സ്പ്രഷൻ എഴുതാൻ പറ്റുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, Y2 ഈസ് ഈക്വൽ ടു എന്താ വരിക? D ഇൻറ്റു S1 ഇൻറ്റു S0 കോംപ്ലിമെൻറ്റ്. S1 ഇൻറ്റു S0 കോംപ്ലിമെൻറ്റ്. നെക്സ്റ്റ് ലാസ്റ്റ് Y3 ഈസ് ഈക്വൽ ടു, വാട്ട് ഈസ് Y3? Y3 വരുന്നത് ഈ കോമ്പിനേഷനിലാണ്. D ഇൻറ്റു S1 ഇൻറ്റു S0. D ഇൻറ്റു S1 ഇൻറ്റു S0. ഈ എക്സ്പ്രഷൻ്റെ അകത്തുനിന്നാണ് ഡയറക്റ്റ്ലി നമ്മൾ എന്ത് എഴുതേണ്ടത്? സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കേണ്ടത്. അപ്പോൾ ഈ എക്സ്പ്രഷൻ്റെ അകത്ത് സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് Y0 നോക്കുക. Y0 നോക്കുന്നത്, അല്ലെ Y3 നോക്കുക. D ഇൻറ്റു S1 ഇൻറ്റു S0 നോക്കിയേ. D ദാ D, S1 ദാ S1, S0 ഉണ്ടോ? D S1 S0 മൂന്നും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ Y3 കിട്ടി. നെക്സ്റ്റ് Y2 ഒന്ന് നോക്കി. Y2 D ഇൻറ്റു S1 ഇൻറ്റു S0 കോംപ്ലിമെൻറ്റ്. ദാറ്റ് ഈസ് D വരുന്നുണ്ട്. ഓക്കെ, S1 വരുന്നുണ്ട്. ഓക്കെ, S0 കോംപ്ലിമെൻറ്റും വരുന്നുണ്ടാവും. എക്സ്പ്രഷൻസ് ഇവിടെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ മനസ്സിലാവും. ദാറ്റ് ഈസ് Y3 ഈസ് ഈക്വൽ ടു D ഇൻറ്റു S1 ഇൻറ്റു S0. അപ്പോൾ നമ്മുടെ ഇൻപുട്ട്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇൻപുട്ട്സ് ഏതൊക്കെയാണ്? D ഉണ്ട്, S1 ഉണ്ട്, S0 ഉണ്ട്, S1 കോംപ്ലിമെൻ്റ് ഉണ്ട്, S0 കോംപ്ലിമെൻ്റ് ഉണ്ട്. അപ്പോൾ എത്ര ഇൻപുട്ട്സ് നമ്മളിവിടെ റെഡിയാക്കി വെക്കാം? ഇതാണ് കേട്ടോ D റെഡിയാക്കി, S1 റെഡിയാക്കി, S1 കോംപ്ലിമെൻ്റ് റെഡിയാക്കി, S0 റെഡിയാക്കി, S0 കോംപ്ലിമെൻ്റ് റെഡിയാക്കി. കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ഗേറ്റ് ഫിറ്റ് ചെയ്യലല്ലേ. ഇനി ആ തന്നിരിക്കുന്ന എക്സ്പ്രഷൻ പ്രകാരം ഗേറ്റ് അങ്ങ് കറക്റ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഫസ്റ്റ് ഔട്ട്പുട്ട് തരുന്ന Y3യുടെ ഗേറ്റിൽ ഏതൊക്കെ ഇൻപുട്ട് ഉണ്ടാവണം? D ഉണ്ടാവണം, S1 ഉണ്ടാവണം, S0 ഉണ്ടാവണം. D ഉണ്ടാവണം, S1 ഉണ്ടാവണം, S0 ഉണ്ടാവണം. ഇതാ S1 ഉണ്ട്, S1 ഉണ്ട്, S0 ഉണ്ട്, D ഉണ്ട്. ഓക്കെ, അതേപോലെ രണ്ടാമത്തത് Y2 നോക്കാം. Y2 ഈസ് D ഇൻറ്റു S1 ഇൻറ്റു S0 കോംപ്ലിമെൻറ്റ്. S1 ഇൻറ്റു S0 കോംപ്ലിമെൻറ്റ്. അപ്പോൾ D ഉണ്ടാവണം, പിന്നെ S1 ഉണ്ടാവണം, ഓക്കെ, പിന്നെ S0 കോംപ്ലിമെൻറ്റ് ഉണ്ടാവണം. S0 കോംപ്ലിമെൻറ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു, ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു, ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു. ഓക്കെ, അപ്പോൾ ഇതിന് ഈ ക്രോസ് ലൈൻസിൽ കണക്ഷൻ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ കണക്ഷൻ ഉള്ള സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക? വേണമെങ്കിൽ നമുക്കൊന്ന് ഒരു ഡാർക്ക് മാർക്ക്, ഒരു ഡോട്ട് മാർക്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണക്ഷൻ പോകുന്നത് കൃത്യമായിട്ട് മനസ്സിലാവും. ഇങ്ങനെ 4 ഔട്ട്പുട്ട്സ് എടുത്ത് എഴുതുക. 4 ഔട്ട്പുട്ട്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏതൊക്കെയാണ് ഇൻപുട്ട്സ് വരുന്നത് എന്ന് നോക്കിയിട്ട് ആ ഗേറ്റിലേക്ക് കണക്ട് ചെയ്യുക. ഇത്രേ ചെയ്യാനുള്ളൂ. അപ്പോൾ ഈ സർക്യൂട്ട് വരയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഫുൾ മാർക്ക് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, സോ നെക്സ്റ്റ് പാർട്ട് ബി ആണ്. പാർട്ട് ബിയിൽ ആക്ച്വലി വരുന്നത് നമുക്കറിയാം, ഒരു മൊഡ്യൂളിൻ്റെ അകത്ത് 2 എസ് എ ആണ് പാർട്ട് ബി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മൊഡ്യൂളിനകത്ത് 2 essays ആണ് പാർട്ട് ബിയിൽ ഉണ്ടാവുക. ഓരോ essayനും 14 മാർക്കാണ് ഉണ്ടാവുക. അതിൽ പിന്നെ ഒരു essay 2 essayയിൽ ഒരു essay നമ്മൾ നിർബന്ധമായിട്ടും എഴുതണം. ഓക്കെ, ഇതിലിപ്പോൾ 2 essay 15 16 ആണ് 2 essay. ഒന്നുകിൽ 15 എഴുതാം, അല്ലെങ്കിൽ 16 എഴുതാം. ഓക്കെ, അതിൽ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇംപ്ലിമെൻറ്റ്
എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈസ് ഈക്വൽ ടു സിഗ്മ എം 1 2 6 7 യൂസിങ് 4:1 മാർക്സ്. ഒരു ലോജിക് ഫംഗ്ഷൻ നമ്മൾ മൾട്ടിപ്ലക്സർ വെച്ചിട്ട് റിയലൈസ് ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ആ സ്റ്റെപ്സ് ആണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. ഓക്കെ, ആ സ്റ്റെപ്സ് എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷനെ ഒരു ട്രൂത്ത് ടേബിളിൻ്റെ ഫോമിലേക്ക് ആക്കാം. അപ്പോൾ 3 വേരിയബിൾസ് ആണുള്ളത് അല്ലേ? അപ്പോൾ 3 വേരിയബിൾസ് ആണെങ്കിൽ അതായിരിക്കും നമ്മൾ ഇൻപുട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? എക്സ് വൈ സെഡ്, ദീസ് ആർ ഇൻപുട്സ്. ഇനി ഔട്ട്പുട്ട് എന്ന് പറയുന്നതിന് നമുക്ക് എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്നോ എഫ് എന്നോ എന്ത് വേണേൽ വിളിക്കാം. സോ ദിസ് ഈസ് ദ ഔട്ട്പുട്ട്. ഓക്കെ, അപ്പോൾ 3 എണ്ണത്തിന് കോമ്പിനേഷൻസ് എഴുതുന്നുണ്ട്. ഏതൊക്കെയാണ്? 0 0 0 ഉണ്ട്, 0 0 1 ഉണ്ട്, 0 1 0 ഉണ്ട്, 0 1 1 ഉണ്ട്, 1 0 0 ഉണ്ട്, 1 0 1 ഉണ്ട്, 1 1 0 ഉണ്ട്, 1 1 1 ഉണ്ട്. 8 കോമ്പിനേഷൻസ് എഴുതി. ഓക്കെ, ഇനി മിൻ ടേംസിന് മാറിപ്പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ കൂടി എഴുതാം. 0 1 2 3 4 5 6 7. ഇതൊരു സോപ്പ് എക്സ്പ്രഷനാണ്, അല്ലെങ്കിൽ മിൻ ടേംസിൻ്റെ എക്സ്പ്രഷനാണ്. അപ്പോൾ ഇങ്ങനെ തന്നിരിക്കുന്നെങ്കിൽ ഈ ടേംസ് ഉള്ളിടത്തൊക്കെ എന്തുണ്ടാവും? 1 ഉണ്ടാവും. അതാണ് എക്സ്പ്രഷൻ. 1ൽ 1, 2ൽ 1, 6ൽ 1, 7ൽ 1. 1ൽ ഔട്ട്പുട്ട് 1, 2ൽ ഔട്ട്പുട്ട് 1, 6ൽ ഔട്ട്പുട്ട് 1, 7ൽ ഔട്ട്പുട്ട് 1. ഇങ്ങനെയാണ് ഫംഗ്ഷൻ ഉള്ളത്. ബാക്കി എല്ലാ സ്ഥലത്തും ഔട്ട്പുട്ട് ഈസ് 0. ഓക്കെ, സോ ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിന് ചെയ്യേണ്ടത് മൾട്ടിപ്ലക്സർ വെച്ചാണ് ഈ ഫംഗ്ഷനെ റിയലൈസ് ചെയ്യേണ്ടത്. അല്ലാതെ ഇതിൻ്റെ അകത്ത് എഫ് എന്താണെന്ന് കണ്ടുപിടിച്ച് അതിൻ്റെ സിംപ്ലിഫൈഡ് എക്സ്പ്രഷൻ കണ്ടുപിടിച്ച് ഗേറ്റ് വെച്ചിട്ടല്ല ഇതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. മൾട്ടിപ്ലക്സർ വെച്ചിട്ടാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. മൾട്ടിപ്ലക്സർ ഏത് മൾട്ടിപ്ലക്സർ യൂസ് ചെയ്യേണ്ടത്? 4/1 മൾട്ടിപ്ലക്സറാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ 4/1 മൾട്ടിപ്ലക്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? 4 ഇൻപുട്സ് ഉണ്ടാവും അല്ലേ? 4 ഇൻപുട്സ് ഉണ്ടാവും. ഓക്കെ, ഒരു ഔട്ട്പുട്ട് ഉണ്ടാവും. എത്ര സെലക്ടർ ലൈൻസ് ഉണ്ടാവും? 2 സെലക്ടർ ലൈൻസ് ഉണ്ടാവും അല്ലേ? n സെലക്ടർ ലൈൻസ് ഉണ്ടെങ്കിലാണ് നമുക്ക് 2n/1 മൾട്ടിപ്ലക്സർ കിട്ടുക. അപ്പോൾ 4 സെലക്ടർ ലൈൻസ് എന്ന് പറയുമ്പം ഏതൊക്കെയായിരിക്കും 4 സെലക്ടർ ലൈൻസ്? അത് അവിടെ നിൽക്കട്ടെ. പിന്നെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു ഔട്ട്പുട്ട്, ആ ഔട്ട്പുട്ടാണ് YF എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സെലക്ടർ ലൈൻസിന് നമുക്ക് S1 S0 എന്ന് പറഞ്ഞിട്ട് പേര് കൊടുക്കാമെന്ന് വിചാരിക്കാം. ഇനി ഈ സംഭവത്തിനെ എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരിക? നോക്കുന്ന സമയത്ത് ഇവിടെ 4 ഇൻപുട്ട്, ഇവിടെ 2 ഇൻപുട്ട്, മൊത്തം 6 ഇൻപുട്സ് ഇവിടെ തന്നെ കാണുന്നുണ്ട്. പക്ഷേ നമ്മുടെ സർക്യൂട്ടിൽ നമ്മൾ വരച്ച ട്രൂത്ത് ടേബിളിൽ 3 ഇൻപുട്സ് മാത്രമേ കാണുന്നുള്ളൂ. അപ്പോഴാണ് നമ്മൾ ചില അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ YZ എന്ന് പറയുന്ന ഈ 2 ആൾക്കാരെ നമ്മൾ സെലക്ടർ ലൈനായിട്ട് കൺസിഡർ ചെയ്യണം. ഓക്കെ, Y എന്ന് പറയുന്നതിനെ S1 ആയിട്ടും Z എന്ന് പറയുന്നതിനെ S0 ആയിട്ടും കൺസിഡർ ചെയ്യണം. ഓക്കെ, സോ വൈയും സെഡും സെറ്റായി. ഇനി എക്സ് എന്ന് പറയുന്നതാണ് നമ്മളെ ഡാറ്റ ഇൻപുട്ട്. എക്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ 0 ആയിരിക്കും അല്ലെങ്കിൽ 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനെ എങ്ങനെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുള്ളത് നമ്മൾ എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഇംപ്ലിമെൻറ്റേഷൻ ടേബിൾ കൺസിഡർ ചെയ്യണം. ഇംപ്ലിമെൻറ്റേഷൻ ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമുക്ക് പിന്നെ കോമ്പിനേഷൻസ് ഉള്ളത് D0 D1, അതായത് ഈ ഇൻപുട്സ് ഉണ്ടല്ലോ, ഈ 4 ഇൻപുട്സിനെ നമുക്ക് D0 D1 D2 D3 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അതായത് 4 ഇൻപുട്സിൽ ഡാറ്റയുണ്ട്. ഇതിൽ സെലക്ടർ ലൈൻസ് പറയുന്നതിനനുസരിച്ച് ഒരു സമയത്ത് ഏതോ ഒരു ഡാറ്റ ഔട്ട്പുട്ടുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ചില സമയത്ത് D0 ആയിരിക്കും. S1 S0 0 0 ആണെങ്കിൽ D0 കണക്റ്റഡ് ആയിരിക്കും. 0 1 ആണെങ്കിൽ D1 കണക്റ്റ് ആയിരിക്കും. 1 0 ആണെങ്കിൽ D2 കണക്റ്റ് ആയിരിക്കും. 1 1 ആണെങ്കിൽ D3 കണക്റ്റ് ആയിരിക്കും. ഇങ്ങനെയാണ് അതിൻ്റെ പരിപാടി. അപ്പോൾ നമ്മൾ ഇംപ്ലിമെൻറ്റേഷൻ ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ D0 D1 D2 D3 ഈ 4 ഇൻപുട്സിനെ കൺസിഡർ ചെയ്യുക. D0 നമുക്കറിയില്ലല്ലോ, D0 D1 D2 D3 എന്ന് പറയുന്നത് നമ്മൾ ഈ ട്രൂത്ത് ടേബിളിലൊന്നും ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ജനറൽ ആയിട്ട് D0 D1 D2 D3 എന്താണെന്ന് കണ്ടുപിടിക്കണം. അതാണ് ഇംപ്ലിമെൻറ്റേഷൻ ടേബിൾ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. സോ D0 D1 D2 D3. ഓക്കെ, അതിൽ ആ ബിറ്റ്സിൻ്റെ നമ്മൾ ട്രൂത്ത് ടേബിളിൽ വരുന്ന 0 1 2 3 4 5 6 7 ഉണ്ടല്ലോ, അതിങ്ങനെ എഴുതി വയ്ക്കുക. ദാറ്റ് ഈസ് 0 1 2 3 4 5 6 7. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം 0 1 2 3
ഈ 4 സമയത്തും എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 0 ആണ്. അതേപോലെ 4, 5, 6, 7 ഈ 4 സമയത്തും എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. അപ്പോൾ ഈ ഫസ്റ്റ് 4 സമയത്ത് നമുക്ക് എക്സ് കോംപ്ലിമെൻ്റ് എന്ന് പറയാം. ഈ സെക്കൻഡ് 4 സമയത്ത് നമുക്ക് എക്സ് എന്ന് പറയാം. ദാറ്റ് ഈസ് for 0, 1, 2, 3 we are getting x complement. So 4, 5, 6, 7 we are getting x. Okay. ഇനി ഔട്ട്പുട്ട് 1 വരുന്ന ലൊക്കേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്ക്. 1, 2, 6, 7 അവിടെയൊക്കെയാണ് എന്ത് വരുന്നത്? ഔട്ട്പുട്ട് 1 വരുന്നത്. എവിടെയൊക്കെയാണ്? 1, 2, 6, 7. ഓക്കെ. ഇനി എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടേബിൾ ഒന്ന് നോക്കാം. അതിൽ ഓരോ കോളംസ് ആയിട്ട് D0ൻ്റെ വാല്യൂ, D1ൻ്റെ വാല്യൂ, D2ൻ്റെ വാല്യൂ, D3ൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കാരണം അതാണ് നമ്മുടെ ഇൻപുട്സ്. ഇതാണ് നമുക്ക് അറിയാത്തത്. S1 S0 ഓൾറെഡി നമ്മൾ പറഞ്ഞു. S1നെ Y ആയിട്ടും S0നെ Z ആയിട്ടും നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞു. ഇനി D0, D1, D2, D3 ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ D0ൻ്റെ കോളം നോക്കുന്ന സമയത്ത് 0യിലും 4ലും ഇതിലൊന്നിലും 1 വരുന്നില്ല. രണ്ടിലും 1 വരുന്നില്ല എങ്കിൽ നമ്മൾ D0നെ 0 ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇവിടെ നോക്കി, രണ്ടിലും 1 വരുന്നുണ്ട്. രണ്ടിലും 1 വരുന്നുണ്ടെങ്കിൽ ആ D0നെ 1 ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി D1ഉം D3യും നോക്കി. D1ൻ്റെ കോളത്തിൽ 1 മാത്രമാണ് ഔട്ട്പുട്ട് 1 വരുന്നത്. D3യിലും ഈ 7th റോയിൽ മാത്രം, അല്ലെങ്കിൽ 7th ഇൻപുട്ടിൽ മാത്രമാണ് എന്ത് വരുന്നത്? ഔട്ട്പുട്ട് 1 വരുന്നത്. ഓക്കെ. അപ്പോൾ ഈ സർക്കിൾ ചെയ്താൽ മനസ്സിലായില്ലേ? എങ്ങനെയാണ് ഈ സർക്കിൾ ചെയ്തത്? ഞാൻ ഈ സർക്കിൾ ചെയ്തത് എവിടെയൊക്കെയാണ് ഔട്ട്പുട്ട് 1 വരുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ കേസിൽ ഈ സമയത്താണ് 1 വരുന്നത്, ഈ സമയത്ത് 1 വരുന്നില്ല. അപ്പോൾ ഇത് ആർക്ക് നേരെയുള്ളതാ? എക്സ് കോംപ്ലിമെൻറ്റിന് നേരെയുള്ളതാണ്. സോ D1 ക്യാൻ ബി യൂസ്ഡ് ആസ് എക്സ് കോംപ്ലിമെൻറ്റ്. സിമിലർലി ഇവിടത്തേലും 1 മാത്രമാണ് 1 വരുന്നത്. ആ വരുന്നത് ആരുടെ നേരെ? എക്സിൻ്റെ നേരെ. സോ വി ക്യാൻ റൈറ്റ് എക്സ്. So this is D0 is 0, D1 is x complement, D2 is 1, D3 is x. ഇത്രയായി കഴിഞ്ഞാൽ ഇംപ്ലിമെൻറ്റേഷനായി. മൾട്ടിപ്ലക്സറിൽ നമുക്ക് മൾട്ടിപ്ലക്സർ വരച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ മൾട്ടിപ്ലക്സറിൽ നമ്മൾ എന്തായിരുന്നു ഇൻപുട്ട് കൊടുക്കേണ്ടതെന്നായിരുന്നു നമ്മുടെ കൺഫ്യൂഷൻ. ഇൻപുട്ടായിട്ട് നമ്മൾ പറഞ്ഞത് D0, D1, D2, D3 ആണ്. D0യ്ക്ക് പകരം 0 കൊടുക്കുക, D1ന് പകരം എക്സ് കോംപ്ലിമെൻറ്റ് കൊടുക്കുക, D2ന് പകരം 1 കൊടുക്കുക, D3ക്ക് പകരം എക്സ് കൊടുക്കുക. സെലക്ടർ ലൈൻസ് 2 എണ്ണം വൈയും സെഡും കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന എഫ് എന്ന് പറയുന്നത് കറക്റ്റായിട്ട് എന്തായിരിക്കും? ഈ ട്രൂത്ത് ടേബിൾ പ്രകാരമായിരിക്കും. നമുക്ക് നോക്കാം. വൈ സെഡ് 0, 0 ആവുന്ന സമയത്ത്, വൈയും സെഡും 0, 0 ആവുന്ന സമയത്ത് ഔട്ട്പുട്ട് എന്താ നോക്കിയേ? വൈയും സെഡും 0, 0 ആവുന്ന 2 കണ്ടീഷൻസ് വരുന്നുണ്ട്. ഇവിടെയും വൈയും സെഡ് 0, 0 ആണ്, ഇവിടെയും വൈയും സെഡ് 0, 0 ആണ്. 2 സമയത്തും ഔട്ട്പുട്ട് എന്താ? 0 അല്ലേ? നമ്മുടെ മൾട്ടിപ്ലക്സർ പ്രകാരം ഇത് രണ്ടും 0 ആണെങ്കിൽ ഏത് ലൈനാണ് സെലക്ട് ആവുക? ഈ ലൈനല്ലേ സെലക്ട് ആവുക? ഈ ലൈനിലുള്ള ഇൻപുട്ട് 0 അല്ലേ? സോ ട്രൂത്ത് ടേബിൾ പ്രകാരം അത് കറക്റ്റ് അല്ലേ? ഇനി വേറൊരു കേസ് നോക്കാം. 0, 1 ആണ് എന്ന് വിചാരിക്കുക ഇൻപുട്ട്. 0, 1 വൈ സെലക്ടർ ലൈന് 0, 1 ആണെന്ന് വിചാരിക്കുക. 0, 1 വരുന്ന വേറെ കോമ്പിനേഷൻ ഇല്ലേ? ഉണ്ട്. 0, 1 വരുമ്പോൾ ഇവിടെ 1ഉം 0, 1 വരുമ്പോൾ ഇവിടെ 0 ആണ്. പക്ഷേ 0, 1 വരുമ്പം ഇവിടെ 1 വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ്? 0, 1 വരുമ്പോൾ എക്സ് എന്താണോ അതിൻ്റെ കോംപ്ലിമെൻ്റ് ആണ് ഔട്ട്പുട്ടിൽ വരുന്നത്. ഓക്കെ. 0, 1 വരുമ്പോൾ എക്സ് 0 ആണെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻറ്റ് 1 ഔട്ട്പുട്ടിൽ വന്നു. ഇവിടുത്തെ 0, 1 നോക്കിയേ. ഇവിടെ 0, 1 വരുമ്പോൾ എക്സ് എന്താണ്? 1. അതിൻ്റെ കോംപ്ലിമെൻ്റ് ആണ് ഔട്ട്പുട്ടിൽ വരുന്നത്. അപ്പോൾ 0, 1 എന്ന് പറയുന്ന കോമ്പിനേഷനിൽ സെലക്ട് ആവേണ്ട ലൈൻ ഇതാണ്. ഈ ലൈനിൽ നോക്കിയേ, എക്സ് കോംപ്ലിമെൻ്റ് അല്ലേ കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ. സിമിലർലി ഏത് കോമ്പിനേഷൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് ഇതുപോലെയാണ് കിട്ടുക. കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ ഒരു ലോജിക് ഫംഗ്ഷനെ എന്ത് വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യുക? മൾട്ടിപ്ലക്സർ വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ എ 3 to 8 ഡീകോഡർ. ഓക്കെ. 3 to 8 ഡീകോഡർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡീകോഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ് ഡീകോഡറിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഡീകോഡർ സർക്യൂട്ടിൽ എൻകോഡർ സർക്യൂട്ടിൻ്റെ നേരെ റിവേഴ്സ് ഓപ്പറേഷനാണ് ഡീകോഡർ ചെയ്യുന്നത്. ഡീകോഡർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ n ലൈൻസ് ഉള്ള ഇൻപുട്ടിനെ 2n ലൈൻസിലെ ഔട്ട്പുട്ടായിട്ട് ഡീകോഡ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി കോഡിംഗ് പർപ്പസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്? നമുക്ക് ഒരുപാട്
പിന്നെ അഡ്വാൻറ്റേജ് ഉള്ളതാണ് കോഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ കേസസ് നമ്മുടെ ഇൻപുട്സ് കുറേ ലെങ്തി ഇൻപുട്സ് വരികയാണെങ്കിൽ അതിന് കുറച്ച് ഷോർട്ട് ഔട്ട്പുട്ട്സ് ആക്കിയിട്ട് എൻകോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ചിലപ്പോൾ ചില സമയത്ത് നമുക്ക് ഒരു 10 ലൈൻസ് ഓഫ് ഡാറ്റ അയക്കണം എന്ന് വിചാരിക്കാം. ആ 10 ലൈൻസ് ഓഫ് ഡാറ്റേനെ നമുക്ക് ഒരു 8 ലൈൻസിൽ അയക്കാൻ പറ്റുകയാണെങ്കിൽ അത് ശരിക്കും നമുക്കൊരു അഡ്വാൻറ്റേജ് ആണ് അല്ലേ. അപ്പോൾ ഈ 10 ലൈൻസ് ഓഫ് ഡാറ്റേനെ 8 ലൈൻസ് ഓഫ് ഡാറ്റയിലേക്ക് എൻകോഡ് ചെയ്തിട്ട് നമ്മൾ സെൻഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. ഈ സെൻഡിങ്ങിന് ഉള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എൻകോഡ് ചെയ്യുന്നത്. അതായത് നമുക്ക് ബാൻഡ്വിഡ്ത്ത് കുറയ്ക്കാൻ അല്ലെങ്കിൽ സെക്യൂരിറ്റി മെഷേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് എൻകോഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ എൻകോഡ് ചെയ്ത ഡാറ്റ റിസീവറിൽ എത്തിക്കഴിഞ്ഞാൽ അതിന് എന്ത് ചെയ്യണം? തിരിച്ച് ഡീകോഡ് ചെയ്യണം. അപ്പോൾ വരുന്ന ഇൻപുട്സിൻ്റെ എണ്ണം കുറവായിരിക്കും, ഔട്ട്പുട്ട്സിൻ്റെ എണ്ണം കൂടുതലായിരിക്കും ഡീകോഡറിൽ. അതുകൊണ്ടാണ് ഡീകോഡർ എന്ന് പറയുന്നത് n ഇൻപുട്ടിനെ എടുത്തിട്ട് 2n ഔട്ട്പുട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ആൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് എ n by 2n decoder. ഓക്കെ, n into 2n decoder. ഇവിടുത്തെ കേസിൽ 3 to 8 decoder. 3 to 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n-ൻ്റെ വാല്യൂ എത്ര? n-ൻ്റെ വാല്യൂ 3 ആവുന്ന സമയത്ത് 3 is to 2 decoder എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 is to 8 ഡീകോഡർ ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ 3:8 ഡീകോഡറിൻ്റെ അത്ര എത്ര ഇൻപുട്സ് ഉണ്ടാവും? 3 ഇൻപുട്സ് ഉണ്ടാവും. എത്ര ഔട്ട്പുട്ട് ഉണ്ടാവും? 8 ഔട്ട്പുട്ട്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ട്രൂത്ത് ടേബിളിലാണ് ആദ്യം പരിപാടി തുടങ്ങേണ്ടത്. അപ്പോൾ ട്രൂത്ത് ടേബിളിൽ വർക്കിംഗ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഒരു എനേബിൾ എന്ന് പറയുന്ന ഇൻപുട്സ് കൺസിഡർ ചെയ്യാറുണ്ട്. അതായത് ഡിജിറ്റൽ സർക്യൂട്ട്സിനൊക്കെ ഒരു എനേബിൾ ഇൻപുട്സ് ഉണ്ടാവാറുണ്ട്. അത് എനേബിൾ ഇൻപുട്സ് കൺസിഡർ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഡയറക്റ്റായിട്ട് ഇതിന് താഴെയുള്ള ട്രൂത്ത് ടേബിൾ എഴുതിയാലും പ്രശ്നമില്ല. അതായത് എനേബിൾ ഇൻപുട്ട് 0 ആണെങ്കിൽ ആ സർക്യൂട്ടിൽ യാതൊരു ഓപ്പറേഷൻ നടക്കില്ല. അതായത് നമ്മുടെ ഇൻപുട്സ് എന്ത് തന്നെ ആയാലും ഔട്ട്പുട്ട്സ് എല്ലാം 0 ആയിരിക്കും. എനേബിൾ ഇൻപുട്ട് 1 ആക്കി കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്യൂട്ടിനെ എനേബിൾ ചെയ്യുക. അതുവരെ സർക്യൂട്ട് സ്ലീപ്പിലായിരിക്കും. സർക്യൂട്ട് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയാണ് നമ്മുടെ ഡീകോഡിങ് ഓപ്പറേഷൻ നടക്കുന്നത്. അപ്പോൾ ഇതിന് ശേഷം എനേബിൾ 1 ആക്കി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ സർക്യൂട്ട് ഓപ്പറേഷനൊക്കെ നടക്കുന്നത്. അപ്പോൾ നമുക്ക് എത്ര ഇൻപുട്സ് ഉണ്ട്? 3 ഇൻപുട്സ് ഉണ്ട്. ഈ ഇൻപുട്സിനെ A2, A1, A0 എന്ന് വെച്ച് റെപ്രസെൻറ്റ് ചെയ്തു. ഓക്കെ, A2, A1, A0 എന്ന് വെച്ച് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3 ബിറ്റ്സ് ആണ്. 3 ബിറ്റ്സിൻ്റെ പോസിബിൾ ആയിട്ടുള്ള എല്ലാ കോമ്പിനേഷൻസും നമുക്കിവിടെ ഉപയോഗിക്കാം. നേരത്തെ പോലെ തന്നെ 000, 001, 010, 011 അങ്ങനെ എഴുതി എല്ലാ കോമ്പിനേഷൻസും നമ്മൾ യൂസ് ചെയ്തു. ഇനി ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് വരിക നിങ്ങൾ നോക്കാം. ഫസ്റ്റ് കോമ്പിനേഷനിൽ കണ്ടോ ഔട്ട്പുട്ട് എന്താണ്? എത്ര ഔട്ട്പുട്ട് ഉണ്ട്? 8 ഔട്ട്പുട്ടുകളുണ്ട്. ഫസ്റ്റ് കോമ്പിനേഷനിൽ Y0 മാത്രമാണ് 1, ബാക്കി എല്ലാം 0 ആണ്. സെക്കൻഡ് കോമ്പിനേഷനിൽ Y1 മാത്രമാണ് 1. തേർഡ് കോമ്പിനേഷനിൽ ഇവിടെ 010, Y2 മാത്രമാണ് 1. ഫോർത്ത് കോമ്പിനേഷനിൽ Y3 മാത്രമാണ് 1. ഈ കോമ്പിനേഷനിൽ Y4 മാത്രം 1. അപ്പോൾ ആക്ച്വലി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ഇൻവേഴ്സ് ഓപ്പറേഷനാണ്, എൻകോഡിങ് നടന്ന ഓപ്പറേഷനാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ കയ്യിൽ 8 ഇൻപുട്സ് ഉണ്ട് എന്ന് വിചാരിക്കാം. ഈ 8 ഇൻപുട്സിൽ അറ്റ് എ ടൈം ഒരു ഇൻപുട്ട് മാത്രമാണ് ഹൈ ആവുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു ഇൻസ്റ്റൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. 8 ഇൻപുട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഈ 8 ഇൻപുട്ടിൽ ഏതോ ഒന്ന് മാത്രമാണ് ഒരു സമയത്ത് 1. അടുത്ത ഇൻസ്റ്റൻറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ അടുത്ത ബിറ്റായിരിക്കും 1, ബാക്കി എല്ലാം 0. അങ്ങനെ ഒരു ഇൻപുട്ട്, സെറ്റ് ഓഫ് ഇൻപുട്ട് നമ്മൾ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെ അങ്ങനെ തന്നെ സെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? എൻകോഡ് ചെയ്യാം. എൻകോഡ് ചെയ്തിട്ട് 3 ലൈൻസ് മാത്രമുള്ള ഔട്ട്പുട്ടായിട്ട് സെൻഡ് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 ലൈൻസിൽ Y0 എന്ന് പറയുന്ന ആൾ മാത്രമാണ് 1 എങ്കിൽ അതിന് പകരം നമ്മൾ 000 ട്രാൻസ്മിറ്റ് ചെയ്യും. 000 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും Y0 മാത്രമാണ് 1. സെക്കൻഡ് ഇൻസ്റ്റൻറ്റിൽ Y1 മാത്രമാണ് 1 എങ്കിൽ അതിന് പകരം നമ്മൾ എന്ത് ട്രാൻസ്മിറ്റ് ചെയ്യും? 001 ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ മനസ്സിലാക്കുക Y1 മാത്രമാണ് 1, ബാക്കിയെല്ലാം 0. സെക്കൻഡ് ഇൻസ്റ്റൻറ്റിൽ, അടുത്ത ഇൻസ്റ്റൻറ്റിൽ Y2 ആണ് 1, Y2 മാത്രമാണ് 1 എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ 010 ട്രാൻസ്മിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം Y2 മാത്രമാണ് 1. അപ്പോൾ ഇങ്ങനെ എൻകോഡ് ചെയ്ത ഡാറ്റേനെ തിരിച്ച് ഒറിജിനൽ ഡാറ്റയാക്കി മാറ്റുകയാണ് ഇവിടെ ചെയ്യുന്നത്, ഡീകോഡിങ് ഓപ്പറേഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ട്രൂത്ത് ടേബിൾ വരയ്ക്കുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത്. ട്രൂത്ത് ടേബിൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതായത് ട്രൂത്ത് ടേബിൾ എങ്ങനെയാണ് വരുന്നത്? അറ്റ് എ ടൈം ഒരു ബിറ്റ് മാത്രം 1, ബാക്കിയെല്ലാം 0.
ഓക്കെ, അങ്ങനെയാണ് ഡീകോഡിംഗ് ഓപ്പറേഷൻ നടക്കുന്നത്. ഡീകോഡിംഗ് ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? തീർച്ചയായിട്ടും അതിൻ്റെ ഔട്ട്പുട്ട് കോമ്പിനേഷൻസ് എഴുതാം. നമ്മൾ ഡീമൾട്ടിപ്ലക്സറിന് നേരത്തെ ഔട്ട്പുട്ട് എക്സ്പ്രഷൻ കണ്ടുപിടിച്ചിരുന്നു. അതായത് ഇവിടെ ഇപ്പോൾ ഇയാൾ y0ൻ്റെ എക്സ്പ്രഷനാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ y0 1 ആവുന്ന കോമ്പിനേഷൻ ഇതാണ്. ഓക്കെ, എനേബിൾ തൽക്കാലം മറക്കാം. y0 1 ആവുന്ന കോമ്പിനേഷൻ ഇതാണ്. ഈ കോമ്പിനേഷൻ ഏതാ? a2 കോംപ്ലിമെൻറ്റ്, a1 കോംപ്ലിമെൻറ്റ്, a0 കോംപ്ലിമെൻറ്റ്. നെക്സ്റ്റ് y1 1 ആവുന്ന കോമ്പിനേഷൻ ഏതാ? a2 കോംപ്ലിമെൻറ്റ്, a1 കോംപ്ലിമെൻറ്റ്, a0. നെക്സ്റ്റ് y2 1 ആവുന്ന കോമ്പിനേഷൻ ഏതാ? a2 കോംപ്ലിമെൻറ്റ്, a1, a0 കോംപ്ലിമെൻറ്റ്. y3 1 ആവുന്ന കോമ്പിനേഷൻ ഏതാ? a2 കോംപ്ലിമെൻറ്റ്, a1, a0. അപ്പോൾ y3, y7, y3, y6, y5, y4, y3, y2, y1, y0 എല്ലാത്തിനും നമുക്ക് എന്ത് ചെയ്യാം? ഇതേപോലെ എക്സ്പ്രഷൻസ് കിട്ടും. ഏത് ഇൻപുട്ട് കോമ്പിനേഷൻ ആണോ അത് 1 ആവുന്നത്, ആ കോമ്പിനേഷൻസ് ഡയറക്റ്റായിട്ട് എഴുതിയാൽ മതി. ആ കോമ്പിനേഷനിൽ a0ൻ്റെ വാല്യൂ 0 ആണെങ്കിൽ a0 കോംപ്ലിമെൻ്റ് എന്ന് എഴുതുക, a0യുടെ വാല്യൂ 1 ആണെങ്കിൽ a0 എന്ന് എഴുതുക. അതേപോലെ തന്നെ a1ഉം a2ഉം എല്ലാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇങ്ങനെ ഇത്രയും സെറ്റ് ഓഫ് എക്സ്പ്രഷൻ കിട്ടും. ഈ എക്സ്പ്രഷനെ ഡയറക്റ്റ് ആയിട്ട് സർക്യൂട്ടിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. എങ്ങനെയാണ് അത് ചെയ്യുക? നമ്മൾ മൾട്ടിപ്ലക്സർ പറയുമ്പോൾ പറഞ്ഞു, ഇതാണ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട എക്സ്പ്രഷൻ. ഓക്കെ, ഈ എക്സ്പ്രഷൻ്റെ അകത്ത് ഏതൊക്കെ ടേംസ് ആണുള്ളത്? a0 ഉണ്ട്, a1 ഉണ്ട്, a2 ഉണ്ട്, പിന്നെ a0 കോംപ്ലിമെൻ്റ് ഉണ്ട്, a1 കോംപ്ലിമെൻ്റ് ഉണ്ട്, a2 കോംപ്ലിമെൻ്റ് ഉണ്ട്. അപ്പോൾ 6 ഇൻപുട്സ് വെച്ചിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം 6 ഇൻപുട്സിനെ റെഡിയാക്കി വയ്ക്കുക. നോക്കിയേ, a2, a1, a0 3 ഇൻപുട്ട് റെഡി. അതിൻ്റെ കോംപ്ലിമെൻ്റ് എടുക്കുക. a2 കോംപ്ലിമെൻറ്റ്, a1 കോംപ്ലിമെൻറ്റ്, a0 കോംപ്ലിമെൻറ്റ്, അതും എടുത്തു വയ്ക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഏതെങ്കിലും ഒരാളെ നോക്കുക. അപ്പോൾ y0 നോക്കുക. y0യിൽ ആരൊക്കെ വരണം? a0 കോംപ്ലിമെൻ്റ് വരണം, a1 കോംപ്ലിമെൻ്റ് വരണം, a2 കോംപ്ലിമെൻ്റ് വരണം. നോക്കുക, a0 കോംപ്ലിമെൻ്റ് എവിടെ? a0 കോംപ്ലിമെൻ്റ് എടുത്തു, ഇവിടുന്ന് എടുത്തു. a1 കോംപ്ലിമെൻ്റ് എവിടെ? a1 കോംപ്ലിമെൻ്റ് ഇവിടുന്ന് എടുത്തു. a2 കോംപ്ലിമെൻ്റ് ഇവിടുന്ന് എടുത്തു. മൂന്നും കൂടെ ഒരു ആൻഡ് ഗേറ്റിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? y0 കിട്ടി. y1ൻ്റെ എക്സ്പ്രഷൻ നോക്കുക. എന്താണ് y1ൻ്റെ എക്സ്പ്രഷൻ? a0, a1 കോംപ്ലിമെൻറ്റ്, a2 കോംപ്ലിമെൻറ്റ്. a0നെ അതേപടി എടുത്തു. ഓക്കെ, a1ൻ്റെ കോംപ്ലിമെൻ്റ് എടുത്തു, a2ൻ്റെ കോംപ്ലിമെൻ്റ് എടുത്തു, അടുത്ത നാൻഡ് ഗേറ്റിലേക്ക് കൊടുക്കുക. വി വിൽ ഗെറ്റ് y1. സിമിലർലി y2ൻ്റെ എക്സ്പ്രഷൻ നോക്കുക. വാട്ട് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ y2? a0 കോംപ്ലിമെൻറ്റ്, a1, a2 കോംപ്ലിമെൻറ്റ്. a0 കോംപ്ലിമെൻ്റ് എടുക്കുക, a0 കോംപ്ലിമെൻ്റ് എടുത്തു, പിന്നെ a1 എടുത്തു, പിന്നെ a2 കോംപ്ലിമെൻ്റ് എടുത്തു. മൂന്നും കൂടെ ആൻഡ് ഗേറ്റിലേക്ക് കൊടുക്കുക. y2 കിട്ടി. ഇത് സർക്യൂട്ട് റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ സർക്യൂട്ട് റിയലൈസേഷൻ എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ്. നമുക്ക് എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ എക്സ്പ്രഷനിൽ എന്താണോ പറയുന്നത് അത് അതേപടി അപ്ലൈ ചെയ്താൽ മതി. സർക്യൂട്ട് റെപ്രസെൻറ്റേഷനിൽ എന്ത് കാര്യമാണോ പറയുന്നത് അത് ഗേറ്റിൻ്റെ ഭാഷയിൽ അങ്ങോട്ട് വരച്ച് വെക്കുക. അത്രേ ചെയ്യാനുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഈ എക്സ്പ്രഷൻ കണ്ടുപിടിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഡയറക്റ്റ് ആയിട്ട് ഗേറ്റ് ലെവലിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ സർക്യൂട്ടായി. അപ്പോൾ സർക്യൂട്ട് ചിലപ്പം വലുതായിരിക്കും, പക്ഷേ വരച്ചെടുക്കാൻ ഭയങ്കര സിമ്പിളാണ്. നമ്മൾ ആദ്യം ഏതൊക്കെ ഇൻപുട്സ് ആണോ വേണ്ടുന്നത് എന്നുള്ളത് ആദ്യമേ കൺസിഡർ ചെയ്ത് വെക്കുക. ആ ഇൻപുട്സിൻ്റെ കോമ്പിനേഷൻസ് എടുത്തിട്ട് ആൻഡ് ഗേറ്റിലേക്ക് കൊടുത്തു വയ്ക്കുക. അത്രേ ചെയ്യാനുള്ളൂ. സോ ദിസ് ഈസ് ദ സർക്യൂട്ട് ഫോർ 3 to 8 ഡീകോഡർ. അപ്പോൾ ആക്ച്വലി ഇതിലെ പിന്നെ സർക്യൂട്ട് ഡയഗ്രവും ട്രൂത്ത് ടേബിളും അതിൻ്റെ എക്സ്പ്രഷനും സർക്യൂട്ട് ഡയഗ്രവും വരച്ചു കഴിഞ്ഞാൽ നമുക്ക് 7 മാർക്ക് സിമ്പിളായിട്ട് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസൈൻ ആൻഡ് സെറ്റപ്പ് എ ബൈനറി ടു BCD കൺവേർട്ടർ സർക്യൂട്ട്. അപ്പോൾ ഇത് 10 മാർക്സിനാണ് ചോദിച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ലോണം ചെയ്യാനുള്ള ഒരു സെക്ഷനാണ് ഇത്. അപ്പോൾ നമ്മൾ പ്രോബ്ലംസ് ചോദിക്കുന്ന സമയത്ത്, എക്സാമിന് ചോദിക്കുന്ന സമയത്തും ഒരുപാട് വർക്കൗട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് ചെയ്യാൻ നോക്കും. കാരണം എസ് എ ക്വസ്റ്റൻ ആയതുകൊണ്ട് നമുക്കതിന് ചോയ്സസ് ഉണ്ട് അല്ലേ? 2 എസ്സേയിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. അപ്പോൾ നേരത്തെ ഇതിപ്പം ഈ സെക്ഷൻ എന്ന് പറയുന്നത് 16th സെക്ഷനേക്കാൾ കുറച്ചും കൂടെ എളുപ്പമാണ് 15th സെക്ഷൻ. 15th സെക്ഷനിൽ ചോദിച്ചിരിക്കുന്ന 2 ക്വസ്റ്റ്യനും നമ്മൾ പെട്ടെന്ന് ചെയ്തു തീർന്നു. ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും പെട്ടെന്ന് ചെയ്തു തീർന്നു. 3 to 8 ഡീകോഡറും പെട്ടെന്ന് ചെയ്തു കഴിഞ്ഞു. പക്ഷേ അടുത്ത് വരുന്ന സെക്ഷൻ എന്ന് പറയുന്നത് കണ്ടോ, ബൈനറി ടു BCD കൺവേർട്ടർ. അത് അത്യാവശ്യം ലെങ്തിയാണ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ സ്കിപ്പ് ചെയ്തിട്ട് ഫസ്റ്റ് സെക്ഷൻ ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ആൻസർ പറയാം. ഇതിൽ പറയുന്നത് ഡിസൈൻ ആൻഡ് സെറ്റപ്പ് ബൈനറി ടു BCD കൺവേർട്ടർ സർക്യൂട്ട്. ബൈനറീനെ എന്താക്കി മാറ്റണം? BCD ആക്കിയിട്ട് മാറ്റണം. അപ്പോൾ എന്താണ് BCD? BCD എന്ന് പറഞ്ഞാൽ ബൈനറി കോഡഡ് ഡെസിമലിനെയാണ് നമ്മൾ BCD എന്ന് പറയുന്നത്. ബൈനറിയും BCDയും ഓൾമോസ്റ്റ് സെയിം ആണ്. എവിടം വരെ?
1001 വരെ. അതായത് 9 എന്ന് പറയുന്ന നമ്പറിൻ്റെ ബൈനറി റെപ്രസെൻറ്റേഷൻ ആണെന്ത് 1001. 9 എന്ന് പറയുന്ന നമ്പറിൻ്റെ BCD റെപ്രസെൻറ്റേഷൻ ആണെന്ത് 1001. 9 വരെ 0 മുതൽ 9 വരെ ബൈനറിയും BCDയും സെയിം ആണ്. 9 എന്ന് പറയുന്ന നമ്പർ കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന നമ്പർ നമുക്കറിയാം 10 ആണ് അല്ലേ. 10 എന്ന് പറയുന്നതിൻ്റെ ബൈനറി റെപ്രസെൻറ്റേഷൻ 1010 ആണ്. പക്ഷേ 1010 എന്ന് പറയുന്ന BCD എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അത് ഇൻവാലിഡ് BCD ആണ്. കാരണം BCD എന്ന് പറഞ്ഞാൽ ബൈനറി കോഡഡ് ഡെസിമൽ ആണ്. അതായത് ഡെസിമൽ സിമ്പിൾസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി നമ്പർ വെച്ച് റീപ്ലേസ് ചെയ്യുക. അതാണ് ബൈനറി കോഡഡ് ഡെസിമൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 10 ആണ് നമ്മുടെ കയ്യിലുള്ളത്. 10ൻ്റെ BCD കാണണമെങ്കിൽ ഈ 10നെ 2 സെക്ഷൻസ് ആക്കി കൺസിഡർ ചെയ്യുക. അതിൽ 0 എന്ന് പറയുന്നത് ഒരു ഡെസിമലാണ്, 1 എന്ന് പറയുന്നത് വേറൊരു ഡെസിമലാണ്. 0 എന്ന് പറയുന്നതിൻ്റെ ബൈനറി 0000 ആണ്. 1 എന്ന് പറയുന്നതിൻ്റെ ബൈനറി 0001 ആണ്. ആക്ച്വലി ദിസ് ഈസ് ദ BCD കോഡ് ഫോർ 10. ഓക്കെ, വെറാസ് 1010 ഈസ് ദ ബൈനറി കോഡ് ഫോർ 10. അവിടെയാണ് പ്രശ്നം വരുന്നത്. അതേപോലെ തന്നെ 11 വരുന്ന സമയത്തും ഇതേ പ്രശ്നം വരും. 9ന് ശേഷം വരുന്ന എല്ലാ ബൈനറി കോഡ്സും കറസ്പോണ്ടിങ് BCD എന്ന് പറയുന്നത് സെയിം ബൈനറി അല്ല, അതൊക്കെ ഇൻവാലിഡ് BCDs ആണ്. അപ്പോൾ നിങ്ങൾ ട്രൂത്ത് ടേബിളിൽ വരയ്ക്കാൻ പോവുകയാണെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? ബൈനറീനെ BCD ആക്കി മാറ്റുക വേണ്ടത്. നമുക്കറിയാം ബൈനറി ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് 4 ബിറ്റ് ആണ്. 4 ബിറ്റ് ബൈനറി കോഡിനെയാണ് നമ്മൾ BCD ആക്കി മാറ്റാൻ പോകുന്നത്. അപ്പോൾ 4 ബിറ്റ് ബൈനറി കോഡിന് നമ്മൾ എടുക്കുന്നു. ഓക്കെ, 4 ബിറ്റ് ബൈനറി കോഡ് 000 മുതൽ നമുക്ക് ഇവിടെ കാണാം 10 ഇവിടം വരെ നോക്കാം. കണ്ടോ, 000 മുതൽ 1001 വരെയുള്ള ബൈനറി കോഡിൻ്റെ BCD റെപ്രസെൻറ്റേഷനാണ് ഇത്. ഈ 4 ബിറ്റ്സ് നോക്കാം. XYZE ഈ 4 ബിറ്റ്സ് നോക്കാം. ഓക്കെ, നോക്കിയേ, ഈ 4 ബിറ്റ്സ് നോക്കുന്ന സമയത്ത് ഈ 4 ബിറ്റ് തന്നെയല്ലേ ഈ 4 ബിറ്റ്. ഇവിടം വരെ സെയിം ആണ്. ഈ ഞാൻ ലൈൻ വരച്ചത് വരെ സംഭവം സെയിം ആണ്. ഈ ബിറ്റ് തൽക്കാലം നിങ്ങളിപ്പോൾ നോക്കണ്ട, W എന്ന് പറയുന്ന ബിറ്റ് തൽക്കാലം നോക്കണ്ട. XYZE നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 1001 ഇവിടെ 1001, 1000 ഇവിടെ 1000, 0111 0111 കണ്ടോ. അപ്പോൾ ഒരു ഏതുവരെയാണ് നമ്മളങ്ങനെ കറക്റ്റായിട്ട് പോകുന്നത്? ഈ 1001 വരെ. 1001 എന്ന് പറയുന്നത് 9 ആണ്. 9ൻ്റെ ബൈനറി റെപ്രസെൻറ്റേഷൻ 10 ആവുന്ന സമയത്ത് 10ൻ്റെ ബൈനറി റെപ്രസെൻറ്റേഷൻ 1010 ആണ്. പക്ഷെ BCD റെപ്രസെൻറ്റേഷൻ അതല്ല. കാരണം എന്താ? BCD റെപ്രസെൻറ്റേഷൻ നമ്മളിവിടെ എഴുതി 0001 0000. അതിൽ ഈ 3 സീറോനെ ഒഴിവാക്കിയിട്ട് എഴുതിയ സംഭവമല്ലേ ഇത്. ഓക്കെ, 1000. ഓക്കെ, ഇനി 11 വേണ്ടതെന്ന് വിചാരിക്കാം. 11ൻ്റെ BCD റെപ്രസെൻറ്റേഷൻ എന്താ? ബൈനറി റെപ്രസെൻറ്റേഷൻ നമുക്കറിയാം. 11ൻ്റെ ബൈനറി റെപ്രസെൻറ്റേഷൻ 1011 ആണ്. BCD റെപ്രസെൻറ്റേഷൻ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഒരു ഡെസിമലിനെ എടുത്തിട്ട് അതിൻ്റെ ബൈനറി എഴുതണം. രണ്ടാമത്തെ ഡെസിമലിനെ എടുത്തിട്ട് അതിൻ്റെ ബൈനറി എഴുതണം. അപ്പോൾ 0001 0001 ഈ 3 സീറോനെ ഒഴിവാക്കി കഴിഞ്ഞാൽ 100001. നോക്കി, 11ൻ്റെ ബൈനറിയും ഡെസിമലും നോക്കി, BCD നോക്കി. 11ൻ്റെ ബൈനറി 1011. നോക്കി, BCD നോക്കി 10001. ഓക്കെ, അങ്ങനെ നമ്മൾ ഏതുവരെ എഴുതും? 15 വരെയുള്ള ബൈനറി കോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള BCD കോഡ് നമ്മളിവിടെ എഴുതി വെക്കണം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അതോടുകൂടിയാണ് നമ്മൾ ട്രൂത്ത് ടേബിൾ ആവുന്നത്. ഓക്കെ, ട്രൂത്ത് ടേബിൾ എങ്ങനെ എഴുതിയെന്ന് മനസ്സിലായല്ലോ. ആദ്യം ബൈനറി ഇൻപുട്സ് എഴുതും. ബൈനറി ഇൻപുട്സ് നമുക്കറിയാവുന്നത് 4 ബിറ്റ് ബൈനറി 0000 മുതൽ 1111 വരെയാണ് നമുക്കറിയാവുന്ന ബൈനറി സീക്വൻസ്. ഇതിനെ BCDയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് 1001 വരെ, അതായത് 9 എന്ന് പറയുന്നതിൻ്റെ ബൈനറി നമ്പർ വരെ BCDയും സെയിം ആണ്. 9ന് ശേഷം വരുന്ന ബൈനറി നമ്പേഴ്സ് എല്ലാം 9ന് ശേഷം വരുന്ന നമ്പേഴ്സിൻ്റെ എല്ലാം BCD നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഓരോ ഡെസിമൽ എടുത്തിട്ട് അതിൻ്റെ ബൈനറി റെപ്രസെൻറ്റേഷനായിട്ട് കാണണം. അതായത് ഒന്നും കൂടെ പറയാം, നമ്മൾ 9ന് ശേഷം വരുന്നത് 10. ഓക്കെ, 10നെ നമ്മൾ എങ്ങനെ ചെയ്യും? ആദ്യം 0ൻ്റെ BCD എഴുതും, 0ൻ്റെ ബൈനറി എഴുതും, പിന്നെ 1ൻ്റെ ബൈനറി എഴുതും. ഓക്കെ, നെക്സ്റ്റ് 11ൻ്റെ ആണെങ്കിൽ എങ്ങനെ എഴുതാം? 1ൻ്റെ ബൈനറി എഴുതും,
1ൻ്റെ ബൈനറി എഴുതും. 12 ആണെങ്കിൽ എങ്ങനെ എഴുതാം? 1ൻ്റെ ബൈനറി എഴുതും, 2ൻ്റെ ബൈനറി എഴുതും. 13 ആണെങ്കിൽ എങ്ങനെ എഴുതാം? 1ൻ്റെ ബൈനറി എഴുതും, 3ൻ്റെ ബൈനറി എഴുതും. 14 ആണെങ്കിൽ 1ൻ്റെ ബൈനറി എഴുതും, 4ൻ്റെ ബൈനറി എഴുതും. 15 ആണെങ്കിൽ 1ൻ്റെ ബൈനറി എഴുതും, 5ൻ്റെ ബൈനറി എഴുതും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? BCD ഔട്ട്പുട്ട് കണ്ടുപിടിക്കുക. അതിൽ നമ്മൾ ഇതെല്ലാം 0 അല്ലേ, ഈ സെക്ഷൻസ് മുഴുവൻ 0 ആണ്. ഓക്കെ, ആദ്യത്തെ 3 ഡിജിറ്റും 0 ആണ്. അതുകൊണ്ടാണ് അതിനെ കാണിക്കാണ്ട് ഇവിടം വെച്ച് തുടങ്ങുന്നത്. കണ്ടോ, 9ന് ശേഷം ഈ ബിറ്റ്സ് എല്ലാം 1 ആയി, അതുവരെ ആ ബിറ്റ് 0 ആയി. ഇനി ട്രൂത്ത് ടേബിൾ കിട്ടി. നമുക്ക് വേണ്ടത് ഈ കൺവേർട്ടറായിട്ട് വർക്ക് ചെയ്യുന്ന സർക്യൂട്ടാണ് വേണ്ടത്. അപ്പോൾ സർക്യൂട്ട് വേണമെങ്കിൽ നമ്മൾ ഇൻപുട്സ് റെഡിയാണ്, ഔട്ട്പുട്ട്സ് WXYZE ആണ് എന്നറിയാം. അപ്പോൾ W എന്താണ്, X എന്താണ്, Y എന്താണ്, Z എന്താണ്, E എന്താണ്? ദാറ്റ് ഷുഡ് ബി ഇൻ ടേംസ് ഓഫ് ABCD. ABCDയുടെ ടേമിൽ W എന്താ, ABCD ടേമിൽ X എന്താ? അതായത് നമ്മളെ സർക്യൂട്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉണ്ടാവുക? നമ്മളെ സർക്യൂട്ടിൽ നമുക്ക് ഇൻപുട്ടായിട്ട് ഉണ്ടാവാം, ഈ സർക്യൂട്ടിൽ നമുക്ക് ഇൻപുട്ടായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുക ഒരു ബൈനറി നമ്പറാണ്. ആ ബൈനറി നമ്പർ എന്ന് പറയുന്നത് ABCD ആയിരിക്കും. ഇതിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് എന്ത് കിട്ടണം? ഏത് ബൈനറി കൊടുക്കുന്നു അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള BCD റെപ്രസെൻറ്റേഷൻ കിട്ടണം. ഓക്കെ, അപ്പോൾ ഇവിടെ 1 0 1 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടേണ്ടത്? 1 0 0 0 0 കിട്ടണം. അപ്പോൾ ഇങ്ങനെ കിട്ടണമെങ്കിൽ W ഇൻ ടേംസ് ഓഫ് ABCD അറിയണം, X ഇൻ ടേംസ് ഓഫ് ABCD അറിയണം, Y ഇൻ ടേംസ് ഓഫ് ABCD അറിയണം, Z ഇൻ ടേംസ് ഓഫ് ABCD അറിയണം, E ഇൻ ടേംസ് ഓഫ് ABCD അറിയണം. ഇത്രയും സംഭവങ്ങൾ നമ്മൾ അറിയണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യേണ്ടി വരും? CAMAP വരയ്ക്കണം. CAMAPൻ്റെ സിംപ്ലിഫിക്കേഷൻ കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് എക്സ്പ്രഷൻ കിട്ടുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു? CAMAP വരയ്ക്കുക എന്ന് പറഞ്ഞാൽ W-ന് CAMAP വരയ്ക്കണം, X-ന് CAMAP വരയ്ക്കണം, Y-ന് CAMAP വരയ്ക്കണം, Z-ന് CAMAP വരയ്ക്കണം, E-ന് CAMAP വരയ്ക്കണം. അപ്പോൾ 5 CAMAP വരയ്ക്കണം. ഈ 5 CAMAP വരച്ച് കംപ്ലീറ്റ് എക്സ്പ്രഷൻ കിട്ടി സർക്യൂട്ടും കൂടെ വരച്ച് കഴിയുമ്പോൾ മാത്രമേ 10 മാർക്സ് കിട്ടുള്ളൂ. അപ്പോൾ ഈ CAMAP വരയ്ക്കുക എന്ന് പറയുന്നത് നമുക്കിപ്പം വലിയ പ്രശ്നമുള്ള കേസല്ല. നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ W-ൻ്റെ CAMAP വരയ്ക്കുക. W-ൻ്റെ CAMAP വരയ്ക്കാൻ ആദ്യം മുതൽ എന്ത് ചെയ്യാം? ഇതുപോലെ 4 ഇൻപുട്സ് അല്ലേ ഉള്ളത്, അപ്പോൾ 4 വേരിയബിൾ CAMAP ആണ് കൺസിഡർ ചെയ്യേണ്ടത്. 4 വേരിയബിൾ CAMAP ഇതുപോലെ വരയ്ക്കുക. ഡാറ്റാസ് എങ്ങനെ എൻ്റർ ചെയ്യുക? ഇതാ ഈ ഓർഡറിൽ 0 0 0 0 0 0 0 0 0 1 1 1 അങ്ങനെ എഴുതി പോവാം. നോക്കിയേ, എൻ്റർ ചെയ്ത് ശരിയല്ലേ എന്ന്. ഏതൊക്കെ പൊസിഷനിലാണ് 1 വരുന്നതെന്ന് മാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ 0 1 2 3 4 0 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. അതിൽ പിന്നെ 1 വരുന്ന കേസസ്, ഇപ്പോൾ W-ൻ്റെ CAMAP ആണ് വരയ്ക്കുന്നതെങ്കിൽ 1 വരുന്ന കേസസ് ഏതൊക്കെയാണ്? 10 11 12 13 14 15. ഓക്കെ, 10 11 12 13 14 15. അവിടെ മാത്രമേ 1 വരുന്നുള്ളൂ. അവിടെ 1 കൊടുക്കുക. 2 ഗ്രൂപ്പ്സ് ആണ് കിട്ടുക. ആ 2 ഗ്രൂപ്പ്സിൻ്റെയും കറസ്പോണ്ടിങ് റെപ്രസെൻറ്റേഷൻ കണ്ടുപിടിക്കുക. 2 ഗ്രൂപ്പിൻ്റെയും കറസ്പോണ്ടിങ് റെപ്രസെൻറ്റേഷൻ നമുക്ക് AB-യും AC-യും ആയിട്ടാണ് കിട്ടുക. അതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് അറിയാലോ. ഒരു ഗ്രൂപ്പ് ഇതാ ഈ ബ്ലൂ ഡോട്ട്സിൽ കൺസിഡർ ചെയ്താണ് ഒരു ഗ്രൂപ്പ്, കാരണം 4 1-നെ ഗ്രൂപ്പ് ചെയ്തു. ആ ഗ്രൂപ്പിൽ എങ്ങനെയാണ് നെയിം കൊടുക്കുക? ഈ 4 സെല്ലും കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം മാറുന്നുണ്ടല്ലോ. അപ്പോൾ CD-യുടെ എക്സ്പ്രഷൻ അതിൽ വരില്ല. എന്തിൻ്റെ വരുള്ളൂ? AB-യുടെ എക്സ്പ്രഷൻ. AB എല്ലായിടത്തും 1 1 തന്നെയല്ലേ? ഈ കോളത്തിനും 1 1, ഈ കോളത്തിനും 1 1, ഈ കോളത്തിലും 1 1. അപ്പോൾ AB-യുടെ വാല്യൂ എത്രയാണ്? 1 1 1 1 ആയതുകൊണ്ട് ആ സെല്ലിൻ്റെ ആ ഗ്രൂപ്പിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്തായിരിക്കും? AB. സിമിലർലി സെക്കൻഡ് ഗ്രൂപ്പ്, ഈ ഗ്രീനിൽ എഴുതിയ ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിൽ എന്താ പ്രത്യേകത? ആ ഗ്രൂപ്പിൽ ഏതൊക്കെ ആൾക്കാർ വരുന്നത് നോക്കി. 1 1 1 0 1 1 1 0 വരുമ്പോൾ മാറാത്തത് ആരാണ്? C മാത്രമാണ്. 1 ആയിട്ടല്ലേ ഇരിക്കുന്നത്, അപ്പോൾ C എന്ന് എഴുതാം. ഇവിടെ ഇത് രണ്ടും കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇവിടെ നോക്കി 1 1 1 0 ആരാ മാറാത്തത്? A മാത്രമാണ് മാറാത്തത്. 1 ആയിട്ടല്ലേ ഇരിക്കുന്നത്, അപ്പോൾ ആ റെപ്രസെൻറ്റേഷൻ നമുക്ക് എന്താ എഴുതാം? A. അപ്പോൾ AC എന്നല്ലേ ആ ഗ്രൂപ്പിൻ്റെ പേര് കിട്ടുക. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കണ്ടോ, ഗ്രീൻ ഗ്രൂപ്പിൻ്റെ ഗ്രൂപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ AC, ബ്ലൂ ഗ്രൂപ്പിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ AB. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് കിട്ടും? W സോൾവ് ചെയ്യുന്ന സമയത്ത് W-ൻ്റെ എക്സ്പ്രഷൻ നമുക്ക് എന്ത് കിട്ടും? 2 ഗ്രൂപ്പ്സ് ആണുള്ളത്. ഒരു ഗ്രൂപ്പ് സോൾവ് ചെയ്യുന്ന സമയത്ത് AB എന്ന് കിട്ടും, സെക്കൻഡ് ഗ്രൂപ്പ് സോൾവ് ചെയ്യുന്ന സമയത്ത് AC എന്ന് കിട്ടും. AB + AC.
ഓക്കെ, ദാറ്റ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ഡബ്ല്യു. സിമിലർലി നമ്മൾ എന്ത് ചെയ്യണം, എക്സിൻ്റെ കെ മാപ്പ് വരയ്ക്കണം. എക്സിൻ്റെ കെ മാപ്പ് ഇവിടെ വരച്ചിട്ടുണ്ട്. സെയിം ഈ ഡാറ്റ ആയിരിക്കണം ഇൻപുട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഈ ഡാറ്റയിൽ എവിടെയൊക്കെയാണ് വണ്ണ് വരുന്നതെന്ന് കേസ് നോക്കുക. ആ കേസസ് മാത്രം വണ്ണ് മാർക്ക് ചെയ്യുക. കണ്ടോ, എവിടെയൊക്കെയാണ് വണ്ണ് വരുന്നത്? 8ലും 9ലും. 8ലും 9ലുമാണ് വണ്ണ് വരുന്നത്. 8ലും 9ലും വണ്ണ് വെച്ചു, ഗ്രൂപ്പ് ചെയ്തു, അതിൻ്റെ എക്സ്പ്രഷൻ കണ്ടുപിടിച്ചു. അപ്പോൾ എന്താ കിട്ടുക? എ ബി കോംപ്ലിമെൻറ്റ് സി കോംപ്ലിമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എക്സ്പ്രഷൻ വരിക? എക്സ് ഈസ് ഈക്വൽ ടു എന്താ? എ ബി കോംപ്ലിമെൻറ്റ് സി കോംപ്ലിമെൻറ്റ്. രണ്ടാമത്തെ വേരിയബിളിൻ്റെ എക്സ്പ്രഷൻ കിട്ടി. സിമിലർലി മൂന്നാമത്തത് ആരാ? വൈ. വൈയിൽ വണ്ണ് വരുന്ന കേസസ് നോക്കുക. ഇവിടെ 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 പിന്നെ ലാസ്റ്റ് 2 കേസസ്. എവിടെയൊക്കെയാണോ വണ്ണ് വരുന്നത് ആ വണ്ണ് ഇതേപോലെ ഫില്ല് ചെയ്യുക, ഗ്രൂപ്പ് ചെയ്തിട്ട് എക്സ്പ്രഷൻ ചെയ്യുക. ഇത് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാമെന്ന് നോക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇത് ഫുള്ള് നമ്മൾ ഒരേ പ്രൊസീജിയറാണ്. എല്ലാ ക്യാമാപ്പും ഒരേപോലെയാണ് സോൾവ് ചെയ്യേണ്ടത്. അതായത് ഗ്രൂപ്പിംഗ് മാത്രമേ ഡിഫറൻ്റ് ആവുന്നുള്ളൂ. അതുകൊണ്ടാണ് ഓരോന്നും സെപ്പറേറ്റ് ഞാൻ ചെയ്യാത്തത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഈ ഗ്രൂപ്പ് ചെയ്യുന്ന സമയത്ത് എ കോംപ്ലിമെൻറ്റ് ബി കിട്ടും. ഇത് ഗ്രൂപ്പ് ചെയ്യുന്ന സമയത്ത് ബി സി കിട്ടും. സോ ദ എക്സ്പ്രഷൻ ഫോർ വൈ ഈസ് ഈക്വൽ ടു എന്താ നമുക്ക് വരിക? എ കോംപ്ലിമെൻറ്റ് ബി പ്ലസ് ബി സി എന്ന് കിട്ടും. സിമിലർലി നമ്മൾ സെഡിൻ്റെ കോളം നോക്കുക. സെഡിൽ വണ്ണ് വരുന്ന എവിടെയാണോ അതൊക്കെ മാർക്ക് ചെയ്യുക, ഗ്രൂപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്ന എക്സ്പ്രഷനാണ് എന്ത്? എ ബി സി കോംപ്ലിമെൻറ്റ് പ്ലസ് എ കോംപ്ലിമെൻറ്റ് സി. സോ സെഡ് ഈസ് ഈക്വൽ ടു എന്താ വരിക? സെഡ് ഈസ് ഈക്വൽ ടു എ ബി സി കോംപ്ലിമെൻറ്റ് പ്ലസ് എ കോംപ്ലിമെൻറ്റ് സി. സെറ്റിൻ്റെ എക്സ്പ്രഷൻ കിട്ടി. ലാസ്റ്റ് ഇയും കൂടിയല്ലേ ഉള്ളൂ. ഇനെയും ഇതേപോലെ എടുക്കുക, ഗ്രൂപ്പ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഡി ആണ് അല്ലേ? ഒരൊറ്റ ഗ്രൂപ്പേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്, ഒറ്റ ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്താ? ഈ ഗ്രൂപ്പിൽ എ ബി എന്ന് പറയുന്നതിൻ്റെ വാല്യൂ നോക്കിയേ, 0 0 0 1 1 1 1 0. എയും ബിയും മാറുന്നുണ്ട്. ഈ 4 കോളത്തിൽ വെച്ച് നോക്കുമ്പോൾ എയും ബിയും മാറുന്നുണ്ട്. അപ്പോൾ എയുടെയും ബിയുടെയും ടേംസ് അതിലുണ്ടാവില്ല. പിന്നെ ഈ 2 ഗ്രൂപ്പ് നോക്കുന്ന സമയത്ത് 0 1ഉം 1 1ഉം അതിൽ 0 1 ആവുന്നുണ്ട്. അപ്പോൾ സിൻ്റെ ടേം ഉണ്ടാവില്ല. 1 1 തന്നെയായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഡിൻ്റെ ടേംസ് ഉണ്ടാവും. 1 ആയതുകൊണ്ട് ഡി. സോ എക്സ്പ്രഷൻ ഫോർ ഇ ഈസ് ഈക്വൽ ടു ഡി. അപ്പോൾ കിട്ടിയ 5 എക്സ്പ്രഷൻസ് ഇതാണ് നമുക്ക് കിട്ടിയ 5 എക്സ്പ്രഷൻസ്. ഈ 5 എക്സ്പ്രഷൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സർക്യൂട്ട് ഉണ്ടാക്കാം. സർക്യൂട്ട് ഉണ്ടാക്കുന്ന കാര്യവും നമ്മൾ പറഞ്ഞു. എങ്ങനെയാണ് സർക്യൂട്ട് വരയ്ക്കുക? നമുക്ക് ഏതൊക്കെ വേരിയബിൾ ഉണ്ട് നോക്കുക. എ ബി സി ഡി എന്ന് പറയുന്ന ഇൻപുട്സ് ഉണ്ട്. അതിലെല്ലാത്തിൻ്റെയും കോംപ്ലിമെൻറ്റ്സും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? എ ബി സി ഡി ഇൻപുട്സ് എടുക്കുക, അതിൻ്റെ എല്ലാം കോംപ്ലിമെൻറ്റ്സ് എടുക്കുക. എക്സ്പ്രഷനിൽ ഡിൻ്റെ കോംപ്ലിമെൻറ്റ്സ് ഒന്നും വരുന്നില്ല. അതുകൊണ്ടാണ് അവിടെ ഡിൻ്റെ കോംപ്ലിമെൻറ്റ് എടുക്കാത്തത്. ഓക്കെ, എന്നിട്ട് ഓരോ ടേമായിട്ട് ഇപ്പോൾ എ ബി പ്ലസ് എ സി ആണ് ഡബ്ല്യു എന്ന് പറയുന്നത്. അപ്പോൾ എ ഇന്ന് ഒരു ലൈൻ എടുത്തു, ബി ഇന്ന് ഒരു ലൈൻ എടുത്തു, എ ബി കിട്ടി. ഇനി വീണ്ടും എ ഇന്ന് ഒരു ലൈൻ എടുത്തു, സി ഇന്ന് ഒരു ലൈൻ എടുത്തു. എ ബി ഇത് എ, ഇത് ബി, ഇത് എ, ഇത് സി. ഈ ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്താണ്? എ ബി. ഈ ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്താണ്? എ സി. 2 ഓർ ഗേറ്റിൽ കൂടെ വിടുന്ന സമയത്ത് എന്താവും? എ ബി പ്ലസ് എ സി. സിമിലർലി വാട്ട് ഈസ് എക്സ്? എ ബി കോംപ്ലിമെൻറ്റ് സി കോംപ്ലിമെൻറ്റ്. അത് തന്നെ. അത് എങ്ങനെയാണ് വരച്ച് വെച്ചതെന്ന് മനസ്സിലായില്ലേ? എക്സ് എന്ന് പറയുന്നത് വരുന്നതാണ്ടോ? ഒരാൾ എ. ഓക്കെ, പിന്നെ വരുന്നത് ബിൻ്റെ കോംപ്ലിമെൻറ്റ്. സോ ദിസ് ഇൻപുട്ട് ഈസ് എ, ദിസ് ഇൻപുട്ട് ഈസ് ബി കോംപ്ലിമെൻറ്റ് ആൻഡ് ദ ഫൈനൽ ഇൻപുട്ട് ഈസ് സി കോംപ്ലിമെൻറ്റ്. അപ്പോൾ ആൻഡ് ഗേറ്റിലേക്ക് കൂടെ വിടുമ്പോൾ ഇത് എന്ത് കിട്ടും? എ ബി കോംപ്ലിമെൻറ്റ് സി കോംപ്ലിമെൻറ്റ്. അതായത് നമുക്ക് എന്താണോ എക്സ്പ്രഷൻ കിട്ടിയത് ആ എക്സ്പ്രഷനെ ഡയറക്റ്റ് ആയിട്ട് എങ്ങോട്ടേക്ക് കൊടുക്കുക? സർക്യൂട്ടിലേക്ക് കൊടുക്കുക. അത്രേ ഇവിടെ ചെയ്യുന്നുള്ളൂ. ഡയറക്റ്റ് ആയിട്ട് സർക്യൂട്ട് ഇംപ്ലിമെൻറ്റേഷൻ ആയിട്ട് ഫിറ്റ് ചെയ്യുക. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് എന്ത് കിട്ടും? സർക്യൂട്ട് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ഈസ് എ പ്രയോറിറ്റി എൻകോഡർ ഡിഫറെൻറ്റ് ഫ്രം എൻകോഡർ? പ്രയോറിറ്റി എൻകോഡറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അല്ലെങ്കിൽ പ്രയോറിറ്റി എൻകോഡർ എന്ന് പറയുന്ന എൻകോഡർ സാധാ എൻകോഡറുമായിട്ട് എങ്ങനെയാണ് വ്യത്യാസമുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ആക്ച്വലി എൻകോഡർ എന്ന് പറയുന്നത് നമ്മൾ മുമ്പത്തെ ക്വസ്റ്റ്യനൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എൻകോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ കയ്യിൽ കുറേ മൾട്ടിപ്പിൾ ഇൻപുട്സ് ഉണ്ട്. ആ മൾട്ടിപ്പിൾ ഇൻപുട്സിനെ ചെറിയ കോഡ് ചെയ്തിട്ട് ചെറിയ ലെങ്ത്തുള്ള കോഡ്സാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ എൻകോഡേഴ്സ് യൂസ് ചെയ്യാറ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രയോറിറ്റി എൻകോഡർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ പ്രയോറിറ്റി എൻകോഡർ പോലെയല്ല. പ്രയോറിറ്റി എൻകോഡറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പ്രയോറിറ്റി ബേസ് ചെയ്തിട്ടാണ് ചെയ്യുക. ഓക്കെ, എൻകോഡറിന് അങ്ങനെ പ്രയോറിറ്റി ഒന്നുമില്ല. എൻകോഡറിന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതിലിപ്പം നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളതിൽ ഒരു 4 ഇൻപുട്ട് ഉണ്ട്. ആ 4 ഇൻപുട്ടിൽ ഒരു ഇൻപുട്ടിൽ മാത്രമേ വണ്ണ് വരുന്നുള്ളൂ എന്ന് വിചാരിക്കാം. അറ്റ് എ ടൈം ഒരു ഇൻപുട്ട് മാത്രം വണ്ണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പം നമുക്ക് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ 4 ഇൻപുട്സ് ഉണ്ട്. ഓക്കെ, ഈ 4 ഇൻപുട്സിൽ 1
2 3 4 ഇങ്ങനെ 4 ഇൻപുട്സ് ഉണ്ട്. ഈ 4 ഇൻപുട്ടിൽ ചില സമയത്ത് ഈ ഫസ്റ്റ് ഇൻപുട്ട് 1ഉം ബാക്കിയെല്ലാം 0 ആയിരിക്കും. ചില സമയത്ത് സെക്കൻഡ് ഇൻപുട്ട് 1 ബാക്കിയെല്ലാം 0. ചില സമയത്ത് തേർഡ് ഇൻപുട്ട് 1 ബാക്കിയെല്ലാം 0. ചില സമയത്ത് ഫോർത്ത് ഇൻപുട്ട് 1 ബാക്കിയെല്ലാം 0. ഇങ്ങനത്തെ സെറ്റ് ഓഫ് ഇൻപുട്സ് ആണ് നമ്മുടെ കയ്യിൽ വരുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം? 2 ലൈൻസ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ലൈൻസിൽ കൂടെ നമ്മളൊരു 0 0 ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ മനസ്സിലാക്കിക്കോളാം, ഫസ്റ്റ് ലൈനിലാണ് 1 വരുന്നത്. ഇതിൻ്റെ ഔട്ട്പുട്ടിൽ 0 1 ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കോളാം, സെക്കൻഡ് ലൈനിലാണ് എന്ത് വരുന്നത്? 1 വരുന്നത്. 1 0 ആണെങ്കിൽ ഉറപ്പാക്കുക ഇതിലാണ് 1 വരുന്നത്. 1 1 ആണെങ്കിൽ ഈ ലാസ്റ്റ് ലൈനിലാണ് 1 വരുന്നത്. ഇങ്ങനെയാണ് എൻകോഡർ വർക്ക് ചെയ്യുന്നത്. സോ ദിസ് ഈസ് എ 4 to 2 ലൈൻ എൻകോഡർ ആണ് ഇത്. ഓക്കെ, ഇതിൽ 2 ഇൻപുട്ടിൽ അറ്റ് എ ടൈം 1 വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് ഈ സർക്യൂട്ട് അഡ്രസ്സ് ചെയ്യാത്തൊരു പ്രോബ്ലമാണ്. 2 ലൈൻസിൽ 1 വന്നു കഴിഞ്ഞാൽ ഈ സർക്യൂട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രയോറിറ്റി എൻകോഡേഴ്സ് യൂസ് ചെയ്യുന്നത്. പ്രയോറിറ്റി എൻകോഡർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് 4 ഇൻപുട്സ് ഉണ്ടെങ്കിൽ നമ്മൾ 4/2 അല്ലെങ്കിൽ 4x2 എൻകോഡറാണ് ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിൽ 4 ഇൻപുട്ട് ഉണ്ടാവുമല്ലോ. ആ 4 ഇൻപുട്ടിനും പ്രയോറിറ്റി അസ്യൂം ചെയ്യും. അപ്പോൾ 4 ഇൻപുട്ട് എന്ന് പറയുന്നത് I0, I1, I2, I3 ഇങ്ങനെ 4 ഇൻപുട്ട് ഉണ്ട് എന്ന് വിചാരിക്കാം. ഔട്ട്പുട്ടായിട്ട് നമുക്ക് 2 ലൈൻസ് ഉണ്ടാവുള്ളൂ, രണ്ട് ഔട്ട്പുട്ട്സേ ഉണ്ടാവുള്ളൂ. ഓക്കെ, നമ്മൾ കൺസിഡർ ചെയ്യുന്ന എൻകോഡർ എന്ന് പറയുന്നത് 4:2 എൻകോഡറാണ്. 4:2. ഓക്കെ, സോ ദിസ് ഈസ് പ്രയോറിറ്റി എൻകോഡർ. ഇതിൽ അത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാര്യങ്ങൾ പറയണ്ട, കാരണം 4 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 4 ഇൻപുട്ടിൽ പ്രയോറിറ്റി അസ്യൂം ചെയ്യും. പ്രയോറിറ്റി അസ്യൂം ചെയ്യുമെന്ന് പറഞ്ഞാൽ I0 എന്ന് പറയുന്നതിന് നമ്മൾ ലോവസ്റ്റ് പ്രയോറിറ്റി കൊടുക്കും. I3 എന്ന് പറയുന്നതിന് നമ്മൾ ഹയസ്റ്റ് പ്രയോറിറ്റി കൊടുക്കും. ഇവിടുന്ന് താഴോട്ട് വരുന്നതിനനുസരിച്ച് പ്രയോറിറ്റി കൂടിക്കൂടി വരും. I0ന് ഏറ്റവും കുറവ് പ്രയോറിറ്റി, I1ന് അടുത്ത പ്രയോറിറ്റി, I2ന് അടുത്ത പ്രയോറിറ്റി, I3ക്ക് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി. എന്നിട്ട് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഇൻപുട്ടിൽ 4ലും 1 ആണ് വരുന്നതെന്ന് വിചാരിക്കും. ഓക്കെ, 4ലും 1 ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ I0ലെന്ത്, I1ലെന്ത്, I2ലെന്ത് എന്ന് കൺസിഡർ ചെയ്യാതെ I3നെയാണ് അത് കൺസിഡർ ചെയ്യുക. I3ൽ 1 വരുന്നുണ്ട്, I3ക്കാണ് ഏറ്റവും പ്രയോറിറ്റി. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ 1 1 ആയിരിക്കും. ഓക്കെ, യൂഷ്വലി എൻകോഡറിൻ്റെ അകത്ത് നമ്മുടെ ഇൻപുട്സ് 4 ഇൻപുട്സ് ഉണ്ട് എന്ന് വിചാരിക്കുക. ആ ഇൻപുട്സിനെ ഞാൻ വേണമെങ്കിൽ I0, I1, I2, I3. യൂഷ്വലി എൻകോഡറിൻ്റെ അകത്ത് ഒരു സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നു അറ്റ് എ ടൈം I0ലാണ് 1 വരുന്നത്, ബാക്കിയെല്ലാം 0 0 ആണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ടായിട്ട് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം Y1 Y0 ആണ് ഔട്ട്പുട്ട് എങ്കിൽ ഔട്ട്പുട്ട് വിൽ ബി 0 0. സിമിലർലി I1 മാത്രമാണ് 1 ആയിട്ട് വരുന്നതെങ്കിൽ ഔട്ട്പുട്ട് 0 1. അതേപോലെ I2 മാത്രമാണ് 1 ആയിട്ട് വരുന്നതെങ്കിൽ ഔട്ട്പുട്ട് 1 0. അതേപോലെ I3 മാത്രമാണ് 1 വരുന്നതെങ്കിൽ ഔട്ട്പുട്ട് 1 1. അപ്പോൾ 1 1 വന്നു കഴിഞ്ഞാൽ ഉറപ്പാണ് I3ലാണ് 1 വരുന്നത്. പക്ഷേ ഇവിടുത്തെ കേസിൽ I0ലും I1ലും I2ലും I3ലും ഒക്കെ 1 ആണ് വന്നിരിക്കുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി I3ക്ക് ആയതുകൊണ്ട് I3ൽ 1 വന്നതായിട്ട് ഇയാൾ കോഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഔട്ട്പുട്ട് വിൽ ബി 1 1. ഇനി സെക്കൻഡ് കേസ് I3 0 ആണ് എന്ന് വിചാരിക്കാം. ഓക്കെ, I1ലും I0ലും I1ലും I2ലും 1 ആണ് വരുന്നത് എന്ന് വിചാരിക്കാം. അപ്പോൾ ഇയാൾ എങ്ങനെയായിരിക്കും എൻകോഡ് ചെയ്യുക? ഈ തന്നിരിക്കുന്നതിൽ I2നാണ് ഏറ്റവും പ്രയോറിറ്റി. അപ്പോൾ ഇറസ്പെക്റ്റീവ് ഓഫ് I0 ആൻഡ് I1 ദ ഔട്ട്പുട്ട് വിൽ കോഡ് I2. I2ൽ 1 വന്നതായിട്ടാണ് സർക്യൂട്ട് കൺസിഡർ ചെയ്യുക. കാരണം എന്താ? I0യും I1ഉം 1 ആണ്. പക്ഷേ I0ലും I1ലും I2ലും ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി I2നാണ്. അതുകൊണ്ട് I2ൽ 1 വന്നതായിട്ടേ സർക്യൂട്ട് കൺസിഡർ ചെയ്യുള്ളൂ. ഈ 2 1നെയും സർക്യൂട്ട് മൈൻഡ് ചെയ്യില്ല. അപ്പോൾ I2ൽ 1 വരുമ്പം എന്ത് കോഡാണ് വരിക? I2ൽ 1 വരുന്ന സമയത്ത് 1 0 ആണ് ഔട്ട്പുട്ടിൽ കിട്ടുക. സോ ദ ഔട്ട്പുട്ട് വിൽ ബി 1 0. ഇനി I2ലും 0 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, I0ലും I1ലും 1 1. അങ്ങനെയാണെങ്കിൽ I1ൽ 1 വന്നതായിട്ടാണ് പ്രയോറിറ്റി എൻകോഡർ കൺസിഡർ ചെയ്യുക. കാരണം എന്താ? I0നേക്കാൾ പ്രയോറിറ്റി I1നാണ്. അപ്പോൾ I1ൽ 1 വന്നതായിട്ടേ ഇത് കൺസിഡർ ചെയ്യുള്ളൂ. I1ൽ 1 വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഔട്ട്പുട്ടിൽ വരിക? 0 1.
സോ ദ ഔട്ട്പുട്ട് വിൽ ബി കൺസിഡേർഡ് ആസ് 0. അങ്ങനെ സിമിലർലി I0യിലാണ് 1 വന്നെങ്കിൽ പിന്നെ എന്തായാലും 0 0. കാരണം എന്താണെന്ന് വെച്ചാൽ I0യ്ക്കാണ് ഏറ്റവും ലീസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് അതിനകത്തൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഇങ്ങനെ പ്രയോറിറ്റി അനുസരിച്ച് എൻകോഡ് ചെയ്യുന്ന എൻകോഡറാണ് നമ്മൾ എന്ത് പറയുക, പ്രയോറിറ്റി എൻകോഡർ. അപ്പോൾ സാധാരണ ഒരു എൻകോഡറാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിൽ ഇൻപുട്സിന് പ്രയോറിറ്റി ഒന്നുമില്ല, ജസ്റ്റ് എങ്ങനെയാണോ വന്നിട്ടുള്ളത് അത് അതേപടി എൻകോഡ് ചെയ്ത് വിടുകയുള്ളൂ. പക്ഷേ പ്രയോറിറ്റി എൻകോഡർ എന്ത് ചെയ്യും, പ്രയോറിറ്റിക്ക് അനുസരിച്ചാണ് എൻകോഡ് ചെയ്യുക. ഇത്രയാണ് തേർഡ് മൊഡ്യൂളിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ പുതിയ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസുമായിട്ട് നെക്സ്റ്റ് സെഷനിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.